നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ സഭായോഗമായി 2020 നവംബർ മാസം 1-ാം തീയതി യേശുവിൻ്റെ തിരുപാദപീഠത്തിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കൂടെ നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കടന്നുപോയി. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിലുണ്ടായിരുന്നുവെങ്കിലും ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ പരിപാലിച്ച അവിടുത്തെ സ്നേഹത്തിനായി കർത്താവിന് നമുക്ക് ഇന്ന് പകൽ നന്ദി അർപ്പിക്കാം. കാലാവസ്ഥയുടെ പ്രതികൂല നിമിത്തം ഒക്ലഹോമയുടെയും ചുറ്റുപാടുകളിലുമൊക്കെ ഇലക്ട്രിക് പവറില്ലാതെ ധാരാളം പ്രിയപ്പെട്ടവർ വളരെ പ്രതികൂലത്തിലും കഷ്ടത്തിലുമൊക്കെ ആയിരുന്നല്ലോ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് പകൽക്കാലം സഭാ ഹാളിൻ്റെ അന്തരീക്ഷത്തിൽ ആരാധന നടത്തുവാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് നാം ഇങ്ങനെ പ്രത്യേക രീതിയിലാണ് ഇന്ന് ഇവിടുന്ന് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ രാപ്പകൽ അതിന് അധ്വാനിക്കുന്നു. അവരെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ബെഞ്ചമിൻ്റെ ഭവനം അതിനായി തുറന്നല്ലോ. ആ കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ആരാധനയിൽ കർത്താവിൻ്റെ തിരുസാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി ഭവനത്തിലിരുന്നു കൊണ്ട് യേശുവിനെ ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ തിരുനാമത്തിലുള്ള വന്ദനം അർപ്പിക്കുന്നു. ഈ സഭായോഗം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവമായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലും നിയന്ത്രണത്തിലും എല്ലാ പ്രിയപ്പെട്ടവരുമായിരിക്കേണ്ടതിനായി നമ്മെ തന്നെ വിനയപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ വിശുദ്ധ പകൽക്കാലത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നാൾത്തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ വിവിധ സാഹചര്യങ്ങളിൽ കൂടി മാധ്യമങ്ങളിൽ കൂടി കർത്താവ് അവസരം തരുന്നതിനാൽ കർത്താവിന് നന്ദി പറയുന്നു. ഇതിൻ്റെ പിന്നിൽ അത്യധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, യൗവനക്കാർക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ഇന്നത്തെ ആരാധനയിൽ മുഖാമുഖം കണ്ട് ഞങ്ങൾക്ക് ആരാധിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവസ്നേഹത്തിൽ അവിടുത്തെ കൂട്ടായ്മ ബന്ധത്തിൽ നിന്നുകൊണ്ട് തന്നെ യേശുവിനെ മതിമറന്ന് ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെയും ഒരുപോലെ കർത്താവ് സഹായിക്കണം. നല്ല വചന സന്ദേശങ്ങളെ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, കർത്താവ് അവരെ ആശ്വസിപ്പിക്കണം. രോഗത്തിൻ്റെ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ദൈവം അവരെ സൗഖ്യമാക്കണം. മാനസിക പ്രയാസത്തിലായിരിക്കുന്നവർക്ക് ദിവ്യ സമാധാനം ദൈവം അവർക്ക് കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ പാടി സന്തോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞവരായി, യേശുവിൻ്റെ ദയ അനുഭവിക്കുന്നവരായി കർത്താവ് ഞങ്ങളെ പരിപാലിക്കണമേ. ലോകമെമ്പാടും കടന്നു പോകുന്ന വൈഷമ്യമേറിയ പ്രതിസന്ധി ഘട്ടത്തിൽ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപയുടെ കടാക്ഷം കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഭരണകർത്താക്കളെയും ഒക്കെ കർത്താവ് നയിക്കുകയും അവിടുന്ന് നടത്തുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. മാനവും മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. As we are preparing to worship the Lord this beautiful Sunday morning, I bring greetings from IPC Hebron, Oklahoma family to each and everyone, those who are watching us from different parts of the world. Now we are going to sing and worship the Lord. Here I am to worship the Lord. Here I am to give Him all the glory, honor and due unto His name. God bless us together this morning. Amen. God, we praise you. Lord Jesus, we worship you this morning, oh Father God. Lord, you said that where one or two are gathered, Lord, you are there, Lord Jesus. And Lord, wherever we may be, or at our houses, oh God, Lord, we just give our lives to you, Father God. We just lay our hearts at your feet, King Jesus. Philippians chapter 2 talks about Jesus' sacrifice and how we are to be imitators of Christ. Jesus was the sacrificial lamb, and he laid down his life for us. He sacrificed himself so that we could be set free from our sin and have a relationship with the Father. And Romans chapter 12 verses 1 and 2 says, "Therefore, I urge you, brothers and sisters, in view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. Do not conform to the pattern of this world, but be transformed by the renewing of your mind." We are in Christ, and we must die to ourselves so that the righteousness of God may be fulfilled. And the debt of love that we owe to God is so vast that all we can do is offer our bodies as a living sacrifice that is holy and pleasing unto God, because our bodies are the temple of the Holy Spirit, and our lives should be consecrated to God. So Lord,
at this time, oh God, Lord, we just lay down all of our agendas, all of our distractions, oh Father God, and we just come to you, oh Father God. Lord, we just bow down at your feet, Lord Jesus. We lay all that we are at your feet, God. Jesus. Here I am to worship. Here I am to bow down. Here I am to say that you're my God. You're altogether lovely, altogether worthy, altogether
all of our adoration, oh Father God. Lord, we just give unto you, Lord Jesus. Lord, we lay our lives at your feet, King Jesus. God, you are so good, Lord Jesus. We praise you, Jesus. More
പ്രൈസ് ദി ലോർഡ്. ഈ ആഴ്ചയിലെ അനൗൺസ്മെന്റ് ശ്രദ്ധിക്കുക. തിങ്കൾ, വെള്ളി, ശനിയാഴ്ച ദിവസങ്ങൾ വൈകുന്നേരം 6:30 ഹെബ്രോൺ പ്രെയർ ലൈനിൽ പ്രാർത്ഥനയുണ്ടായിരിക്കുന്നതാണ്. ബുധനാഴ്ച വൈകുന്നേരം 6:30 ഹെബ്രോൺ പ്രെയർ ലൈനിൽ സഹോദരിമാരുടെ കൂട്ടായ്മ ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റഡി വെള്ളിയാഴ്ച സൂം പ്ലാറ്റ്ഫോമിൽ 7:30 കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ വെർച്വലായി ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ക്ലാസ് ടീച്ചറെ ബന്ധപ്പെടുക. ചിൽഡ്രൻസ് ചർച്ചിൻ്റെ വിവരങ്ങൾക്കായി വാട്സപ്പ് പരിശോധിക്കുക. നമ്മുടെ ഏരിയ മീറ്റിംഗ് ഈ വെള്ളിയാഴ്ച സൂമിൽ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഏരിയ ലീഡേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതാണ്. Praise the Lord, Hebron family. This is our schedule for the following week. On Monday, Friday, and Saturday, we'll have IPC Hebron prayer line at 6:30 p.m. On Wednesdays, we'll have Sisters prayer line at 6:30 p.m. And then on Fridays, we'll have English Bible study at 7 p.m. Stay-at-home Sunday school is happening on Zoom. Contact your Sunday school teachers for more information. Check your WhatsApp group to see more information regarding Children's Church. Cell groups are also happening during Zoom, so contact your cell group leader for more information. And remember that even though we are not together physically, we will always be together in spirit. We are one big family. Now you had to wonder what is causing Paul to say this thing, and what did he mean by the mind of Christ, especially since he is saying that this mind should be in us, which was in Christ Jesus. So to understand what mind was in Christ Jesus, we had to read the next few verses. Verses 6, 7, 8, and 9. And what when we say these, since these are very familiar, I'm not going to read all of those verses, but what you can see is that it says that Jesus, who was equal with God, who was in the form of God and equal with God, made himself of no reputation. That means he took away his glory and his position and power, or put it aside, his position and power of being equal with God, and made himself of no reputation, and humbled himself. And so if you think about how he humbled himself, right? So he brought himself down from being equal with God, put that position and power aside, and took on the form of a servant. And he came to the earth and
not only did he come as a human being, which was itself a humbling, he reduced himself to also come as a servant, what you might say a nobody on the earth. And then not only did he do that, he subjected himself to being tried by people that he created and people that he loved and accused and mocked. And not only did he do that, he was obedient to die. And not only did he do that, be subject to death, which was very humiliating in itself, and on top of all the things that he experienced thus far, and not only did he do that, he went to the cross, which was probably one of the most humiliating forms of death devised by man. And so it was so humiliating and painful and torturous that even the cruel Roman government did away with it a few years after Christ. So you can understand that this was the mind of Christ. What did he see? What made him do that? Right? And that's what we have to understand. And that's what Paul is saying, that this same mind, whatever caused him, drove him to do this, is what he is asking us to be like. And that's why he said, don't do anything and strive for your own self-propagation. Don't do anything that will raise yourself up, but every man look at others better than themselves. Esteem them better than themselves. And don't look on your own things, but on the things of others. And then he says, let this mind be in you. I mean, if you think about what Christ went through, like I was reading Psalm 69. If you can turn with me real quick. That whole psalm is a prophetic psalm, but I hadn't read it as closely before. And you can see the whole psalm. You can read that later. You can see the anguish and agony and sorrow that Christ went through. So it's not like, he was this man of steel. He has a mind of this bulletproof mind that was not subject to, pain and suffering, right? We know that in the Gospels. But if you read the psalm, you can really go inside the mind of Christ, the agony that he endured when he went through the pain, the death on the cross, right? And it says, save me, O God, for the waters are come into my soul. I sink in deep mire where there is no standing. I come into deep waters where the floods overflow me. I am weary of my crying. My throat is dried. Mine eyes fail while I wait for my God. This is Jesus saying through David, who he came as a descendant of, right? And then we know it's a messianic psalm, and you return to verse 21. They gave me also gall for my meat, and in my thirst they gave me vinegar to drink. You know that this very thing happened to Jesus, right? So what really struck me was verse 19 and 20. Thou hast known my reproach and my shame and my dishonor. Mine adversaries are all before thee. Reproach, now pay attention to verse 20. Reproach has broken my heart, and I am full of heaviness. And I looked for some to take pity, but there was none. And for comforters, but I found none. This is the God of all the earth. This is the Lord of lords, King of kings, who created every single thing that we see with the word of his mouth. This same Jesus, who rules from the throne of his glory, was brought to such a low point that he is crying out thousands of years before it happened, showing us an insight into the mind that was in him, the pain and agony that he suffered while he was on the cross. He's saying, reproach, this is my Jesus, your Jesus. He's saying, reproach has broken my heart. It broke his heart. And he was full of heaviness. And he looked for people. He looked at his disciples. They all fled. He looked for the people that followed him for 3.5 years. They all left him. He looked for some to take pity.
verse 20 in Psalm 69. But there was none. And he looked for comforters. I found none. Could there be anybody that could comfort him in his grief? No, but it was not possible because he came to die for all those people, even his persecutors. So now as we think about this, understand that what made him endure that, and what made him not call down the angels of God to save him from that brokenness, from that situation. And that was the love that he had toward us. The mercy that he saw that unless he did that, we would be condemned forever. He saw you and me. He saw the people in this world that has never heard of him. He saw the people in this world that curse him when they hear his name. And he saw that and broke his heart even more than the rejection and reproach and insult that he had to face. And the loneliness that he had to face on the cross, even from God the Father, whom he loved so much. This mind of Christ is what Paul is saying that we should have in us, no matter what happens or what we face. This mind of Christ is what Paul is encouraging us to have. And now, turn with me to Acts, back in our study of the book of Acts. As we have been studying through the first 5 chapters, we come to a very famous person, Acts chapter 6 and 7. As Justin has very elegantly put before us the call we have, the same call that the apostles Peter and John said, that they counted themselves worthy. They rejoiced because they were counted worthy to endure suffering for his name's sake. This is that mind of Christ that I was talking about. And so we can see a personification of that in the story of Stephen. In Acts chapter 6 and 7, you can see, his life was so short, there is very little said about him except for these 2 chapters. But out of a book with 28 chapters, 2 whole chapters are dedicated to this man of God, who did not have a great position or privilege in that church. He was called to wait on tables. He was called to do something that the apostles did not have time for. And yet, he was meek but bold. He was facing death, but he did not back down from his call. And you can see, as the people that accused him came at him, and they brought people to bring false accusations against him, and accused him of things that he had never said or done, but still he kept on the path that he was. This is the mind of Christ, that you esteem others. He loved the people that persecuted him, and that's what kept him going. Even in verse 15 of chapter 6, all that sat in the council as they were accusing, they looked on him carefully and saw his face, and they saw as it had been the face of an angel. His face shone brightly, and they saw there was something different about him. But that did not change or deter from their path to persecution. They kept attacking him, and he kept going. And he gave the speech in all of chapter 7. If you take time to read it, it's an incredible speech and insight that pulls together all the Old Testament stories that are relevant and brought it to their attention and said, you are no different than the people that persecuted the Old Testament saints that you claim to worship. So this reminder is what I am asking you to pay attention to. The same call that Paul said, let this mind be in you that was in Christ. So even though his face shone as an angel, sometimes when people look at us, we look like a Christian, right? We act like a Christian. The people might say there is something different about that person. But until we
or go into the depths of agony, we might not be tested fully. Will people see that same face on you when they are screaming at you with accusations that were uncalled for? Will they see that same attitude from you when they are taking up stones to kill you? Will they see that same mind that was in Christ, that when you are lonely and reproached and left to die or taken away from you things that were rightfully yours, when they were taken away from you, will the same mind that was in Christ and now in Stephen be in us? When I say you, in us, all of us, the things that we show others, will that be carried through in the midst of our trials? That is a question we have. And when we go through those kind of situations, right, we should know that God is not leaving us or abandoning us, because Jesus himself said, I will always be with you until the end of the world. Until the very end of the world. That's why when Stephen, in the midst of being stoned, he said in verse 55, I see the glory of God and Jesus standing on the right hand of God. Every other description in heaven has Jesus sitting down. But in this instance, Jesus saw his son being reproached and attacked, and he didn't come down and save him, but he was there in that moment with him and stood at the right hand of God and showed him that he loved him and he cared for him and strengthened his heart in the midst of his trouble. As you go through terrible trials and abandonment and loneliness, or whatever you might be going through, know that Jesus loves you so much that he is standing on the right hand of God to uphold you. But as he said, we are no different than the Master. I'm going to conclude here. We are no different than the Master. He might allow us to go through such trials. He might test our faith where we have to stand against people that accuse us for no reason. And in that time, will the mind of Christ be in us, is the question. Will we have been transformed to such a point that no matter what, we will never be shaken. We will never be shaken. And in the end, in the last moment of his life, what a faithful servant, what he cried out was not for his own deliverance, but he knelt down in verse 60 of chapter 7. He knelt down, he cried with a loud voice. He didn't say, or with a whimper. He didn't say it, begrudgingly. He cried with a loud voice, Lord, lay not this sin to their charge. And when he had said this, he fell asleep. Will this mind be in us? Will this mind be in us? That was in Christ, that was in Stephen. That not only people see our face as an angel on the outside, but when we are tested to the last core of our being, we will cry out in agony for the lives of other people and esteem other people above us. And may I pray that God transforms each one of us. That no matter what we go through, there's a lot of fear-mongering these days in the media, amongst people. Yes, we should be careful, but we should not forget who we are. No virus can rock us from or take us away from who we are. That know that God loves us so much that he is not going to abandon us in the midst of whatever is happening in this world. And know that God loves us so much, and let this mind be in you that was in Christ. May his name be glorified. Amen. ഹല്ലേലൂയ. ദൈവനാമത്തെ സ്തോത്രം ചെയ്യാം. ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ ഓൺലൈനിൽ കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കേട്ടതുപോലെ ക്രിസ്തുവിൻ്റെ ഭാവം
നമ്മളിൽ ഇരിപ്പാനും സ്തോത്രം. ഹല്ലേലൂയ. അവനെ പോലെ ആകുവാനും സ്തോത്രം. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. മരണത്തോളം താഴ്ത്തിയ ദൈവം, ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ ക്രൂശിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളെ ഓർത്ത്, സ്തോത്രം, നിന്ദകളെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? സ്തോത്രം. നമുക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തവനെ ഇന്ന് ഈ കർത്തൃദിവസത്തിൽ നമുക്ക് ആരാധിക്കാം. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 4:24 ഇങ്ങനെ പറയുന്നു, സ്തോത്രം, ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഈ ദിവസങ്ങളിൽ സ്തോത്രം, ഹല്ലേലൂയ, ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം നമ്മളെല്ലാം സഹായിക്കട്ടെ. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ആയിരിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. ആ സാഹചര്യത്തിൻ്റെ നടുവിൽ, ആ ശൂന്യതയുടെ നടുവിൽ നമ്മൾ ദൈവത്തെ ഒന്ന് ഉയർത്താമോ? സ്തോത്രം, ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ ആരാധിച്ചപ്പോൾ സ്തോത്രം, കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നുമെങ്കിൽ ഇന്നും അനന്യനായ ദൈവം, മാറാത്ത ദൈവം സ്തോത്രം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ സ്തോത്രം, ഹല്ലേലൂയ, അതിനൊരു വിടുതൽ നൽകുവാൻ, ശൂന്യതകളെ മാറ്റുവാൻ, ജീവൻ ഇല്ലാത്തതിനെ ജീവൻ കൊടുക്കുവാൻ ദൈവം ശക്തനാണ്. ഹാഡബ ശന്തർ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം. അവൻ്റെ കൃപ ഒരു നദി പോലെ ഒഴുകിയാണ്. സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, സ്തോത്രം, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് അവൻ്റെ കൃപ പകരുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രതികൂലം അനവധിയായാലും അനുകൂലമായി എനിക്ക് യേശുവുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ താഴ്ചയിൽ, ഹല്ലേലൂയ, എന്നെ ഉയർത്തുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ബലഹീനതയിൽ ബലം തരുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മൾ ഒരുമിച്ച് കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാ മനോഹരമാ. കൃപ കൃപയൊന്നാശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നാശ്രയമാ. ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നാശ്രയമാ. ഓ കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, വൈരിയിൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. ഓ കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ആമേൻ. വൈരികൾ വന്നാലും
എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമാ. ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും കൃപയൊന്നെന്നാശ്രയമാ. ആമേൻ. കൃപ കൃപയൊന്നെന്നാശ്രയം. ഹല്ലേലൂയ. കൃപ കൃപയൊന്നെൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ഓ, എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയിൻ ബലം അവൻ തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. ആമേൻ. കൃപ കൃപയൊന്നെൻ ആശ്രയം. ഹല്ലേലൂയ. കൃപ കൃപയൊന്നെൻ ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും, തനു ജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. കൃപ കൃപയൊന്നെന്നാശ്രയം. ഹല്ലേലൂയ. കൃപ കൃപയൊന്നെൻ ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ആമേൻ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഓ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ. നിർത്തിടും ദയാ, ദയാ, ദൈവ കൃപയാ. കോഴിതൻ കുഞ്ഞിനെ ചിറകാടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകാടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ. ഓ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഓ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ.
വൈഷമ്യമേടുകളിൽ കാരം പീഡിച്ചു എന്നെ നടത്തുന്നതാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കാരം പീഡിച്ചു എന്നെ നടത്തുന്നതാ. ഓ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം. ഹല്ലേലൂയ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ഓ എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ഓ കോഴിതൻ കുഞ്ഞിനെ ചിറകാടിയിൽ മാറിക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകാടിയിൽ മാറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ. ഓ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഓരായിരം നന്ദി. നീ ചെയ്ത നന്മകൾ ഓരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ ഭയം പീഡിച്ചു എന്നെ നടത്തുന്നതാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കാരം പീഡിച്ചു എന്നെ നടത്തുന്നതാ. ഓ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, ദൈവ കൃപയാ, നിർത്തിടും ദയയാ, നിത്യദയയാ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ആമേൻ. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, ദൈവ കൃപയാ, നിർത്തിടോ ദയയാ, നിത്യദയാ. നന്ദി യേശുവേ,
നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലവും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് യേശുവിനെ ആരാധിക്കത്തക്കവണ്ണം ദൈവം ഒരുക്കിയ എല്ലാ നല്ല സാഹചര്യങ്ങൾക്കായി കർത്താവിൻ്റെ തിരുനാമത്തിന് നന്ദി പറയുന്നു. IPC ഹെബ്രോൻ ഒക്ലഹോമ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ വിവിധ മാധ്യമങ്ങൾ കൂടി ഞങ്ങളോടൊരുമിച്ച് പങ്കെടുക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും പരിപാലിക്കുന്ന അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. ഈ വർഷത്തിൽ ഒരു പുതിയ മാസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നുവല്ലോ. 11-ാം മാസത്തിൻ്റെ ആരംഭ ദിവസം, ആരംഭ ഞായറാഴ്ച തന്നെ യേശുവിനെ ആരാധിക്കത്തക്കവണ്ണം കർത്താവ് നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് വിവിധ രീതിയിൽ അനുകൂലമാക്കുന്നതോർത്ത് കർത്താവിന് ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ആരാധന നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളിൽ കൂടി യേശുവിനെ വാഴ്ത്തുവാൻ ദൈവം നമുക്ക് നല്ല അവസരം തന്നുവല്ലോ. പാട്ടുകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തുമായി ചേർത്ത് ബന്ധപ്പെട്ട് കർത്താവിനെ ഉയർത്തുന്ന ആ പാട്ടുകളായിരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നല്ല സന്ദേശം അല്പനിമിഷം മുമ്പ് നാം കേൾക്കുവാനിടയായി തീർന്നു. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നമ്മിലും ഉണ്ടായിരിക്കട്ടെ. അതുമായി ചേർത്ത് ഇണക്കുന്ന ഒരു സന്ദേശമാണ് ഇന്ന് പകൽ നിങ്ങളുമായി ഞാനും പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ തിരുവചന ധ്യാനത്തിനായി നാം വായിക്കുന്ന വേദഭാഗം വളരെ സുപരിചിതമായ വേദഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യമാണ്. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 33. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. സീക്ക് ye ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഓൾ ഹിസ് റൈച്ചസ്നെസ്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കാണുന്ന തൻ്റെ പ്രസംഗ പരമ്പര അല്ലെങ്കിൽ തൻ്റെ പഠിപ്പിക്കലുകൾ ലോകപ്രസിദ്ധമാണ്. നാനാജാതി മതസ്ഥർ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ വാക്കുകളിൽ ആകൃഷ്ടരായി ആ വചനത്തെ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഉത്സാഹം കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയും മറ്റനേക ലോക നേതാക്കളും ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടിട്ടുള്ളത് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലാണ്. കാരണം ആ പ്രഭാഷണങ്ങളിൽ വളരെ തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് കേവലം കേൾവിയല്ല യേശുവിൻ്റെ ഗിരിപ്രഭാഷണം, ഒരു ജീവിത ശൈലിക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഉദാർത്ഥമായ സത്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. സോ എവറി ടൈം വി റീഡ് ദാറ്റ് സ്ക്രിപ്റ്റേഴ്സ് ദാറ്റ് വിൽ കം ടു അവർ മൈൻഡ് ദാറ്റ് we need to follow the kingdom principles or the rules of the kingdom of God. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം രാജാവും അവനെ സേവിക്കുന്ന അവൻ്റെ മക്കൾ പ്രജകളുമായി ജീവിക്കുന്ന സാന്നിധ്യമുള്ള സ്ഥലമാണ്. സ്വർഗരാജ്യമെന്ന് നമുക്ക് വിളിക്കാം, ദൈവരാജ്യമെന്ന് വിളിക്കാം. ദൈവം എവിടെയുണ്ടോ, ദൈവ സാന്നിധ്യമുണ്ടോ, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുന്ന തൻ്റെ മക്കൾ യേശുവിൻ്റെ വാക്കുകൾ ഒത്തവണ്ണം ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ദൈവരാജ്യത്തിൻ്റെ ജീവിത ശൈലി. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിത ശൈലി എന്തായിരിക്കണം? നാം മണ്ണിൽ പിറന്നവരാണ്, നമ്മുടെ മാതാപിതാക്കൾ ഈ മണ്ണിൽ നിന്നുള്ളവരാണ്, ഈ മണ്ണിൻ്റെ നന്മകളാണ് നാം അനുഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തതയുണ്ടായിരിക്കണം എന്നതാണ് ഈ കിങ്ഡം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ തത്വങ്ങൾ കൊണ്ട് സ്വർഗം അർത്ഥമാക്കുന്നത്. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്കല്ല നാം ഇന്ന് പോകുന്നത്. 5-ാം അധ്യായം മുതലുള്ള ഓരോ വാക്യങ്ങളും വ്യാഖ്യാനിച്ചെടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം പരിപോഷിപ്പിക്കപ്പെടേണ്ടത് എങ്ങനെ ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് യേശു പഠിപ്പിച്ചു, അപ്പോൾ തന്നെ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ചു. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ്. എങ്ങനെ ഹൗ ടു പ്രേ ആൻഡ് ഹൗ നോട്ട് ടു പ്രേ.
എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത്, എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സഹായിക്കേണ്ടത് അല്ലെങ്കിൽ ഭിക്ഷ കൊടുക്കേണ്ടത്, അപ്പോൾ തന്നെ ഭിക്ഷ കൊടുക്കേണ്ട രീതി എങ്ങനെ ആയിരിക്കരുത് എന്നും യേശു വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. തുടങ്ങി ഈ ജീവിത യാത്ര നാം തുടങ്ങി ഒടുവിൽ തുടർന്ന് നിത്യതയുടെ തുറമുഖത്തേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന അക്ഷരികമായി യേശുവിൻ്റെ രാജ്യത്തിൽ നാം അംഗങ്ങളായി തീരുന്ന ആ നിത്യജീവൻ്റെ പ്രവൃത്തിക്ക്, നിത്യജീവൻ്റെ അനുഗ്രഹത്തിന് നമ്മെ ഉടമസ്ഥരാക്കി മാറ്റുന്ന നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ നമ്മുടെ വാക്ക്, നമ്മുടെ നടപ്പ്, നമ്മുടെ പ്രവൃത്തികൾ എന്തായിരിക്കണമെന്നുള്ളതാണ് ഈ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഉള്ളടക്കം. ഇവിടെ നാം വായിച്ച വേദഭാഗം മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഇതിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണ്? വാട്ട് ഡസ് ഇറ്റ് മീൻ ദാറ്റ് നോ വി നീഡ് ടു സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഓൾ ഹീസ് റൈച്ചസ്നസ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ഈ ദൈവരാജ്യം എന്നുള്ളതിൻ്റെ ആരംഭ സൂചന നമുക്ക് ലഭിക്കുന്നത്. യേശുവിൻ്റെ മുന്നോടിയായി, സുവിശേഷത്തിൻ്റെ മാർഗദർശിയായി, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായി വഴി നിരത്തുവാൻ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ദാസനായ മോശ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനായ പ്രവാചകൻ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന സുവിശേഷത്തിൻ്റെ ആരംഭ ശക്തിയായ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം ഇതായിരുന്നു: സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. And so when he was preaching to his listeners, he was proclaiming that the kingdom of God is at hand and we need to have a repentant heart to receive that kingdom of God. ദൈവരാജ്യം നമ്മുടെ അടുക്കൽ സമീപിച്ചിരിക്കുകയാണ്. യോഹന്നാൻ ഇത് പറയുമ്പോൾ തൻ്റെ കേൾവിക്കാർക്കാർക്കും മനസ്സിലാകുന്നില്ല ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതിൻ്റെ മാർമിക അർത്ഥം എന്താണെന്ന്. എന്നാൽ ഉൾക്കണ്ണുകൊണ്ട് കാണുന്ന, ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ദൈവശബ്ദം കേട്ട യോഹന്നാൻ അറിയാം താൻ എന്താണ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ ഒന്നിൽ അല്ല, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്താണ് ദൈവരാജ്യം എന്നുള്ളത് നമ്മുടെ അടുക്കലേക്ക് നടന്നു വരുന്നുണ്ട് എന്നാണ്. യേശുവിൻ്റെ 30-ാമത്തെ വയസ്സിന് ശേഷം യേശു യോർദാൻ്റെ തീരത്തേക്ക് നടന്നു വരുമെന്നും അവിടെ സ്നാനം കഴിപ്പിക്കുമ്പോൾ ആത്മാവ് പ്രാവെന്ന പോലെ സ്വർഗം തുറന്നിറങ്ങി വരുമെന്നും ദൈവശബ്ദം ഉണ്ടാകുമെന്നും ഒക്കെ ഉൾക്കാഴ്ച യോഹന്നാൻ സ്നാപകൻ ഉള്ളതുകൊണ്ടാണ് ധൈര്യപൂർവ്വം യോഹന്നാൻ പറയുന്നത്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് അവർ ഹാൻഡ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു നടന്നു വരുന്നത് അല്പസമയം കഴിഞ്ഞപ്പോൾ ആ യേശുവിനെ ചൂണ്ടി യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവമക്കളെ, ഹല്ലേലൂയ. മണ്ണിൽ നിന്ന്, ഹല്ലേലൂയ, മാനവജാതിയുടെ പാപം പരിഹരിക്കുവാൻ സ്വർഗമഹിമകളെ വെടിഞ്ഞ് മണ്ണിലേക്ക് ഇറങ്ങി വന്ന വിണ്ണിൻ്റെ താരമായിരുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ആത്യന്തിക ഫലമാണ് ദൈവരാജ്യ പ്രവേശനം. മനുഷ്യന് ഏദൻ പറുദീസ നഷ്ടപ്പെട്ട്, പാപത്തിൽ അകപ്പെട്ട്, തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ട്, പാപത്താൽ ഏദൻ പറുദീസയ്ക്ക് പടിക്ക് പുറത്തായ മനുഷ്യനെ തിരിച്ച് ദൈവിക പറുദീസയിലേക്ക് പ്രവേശനം ചെയ്യുവാൻ ദൈവമൊരുക്കിയ പദ്ധതി, മാനസാന്തര പദ്ധതിയായിരുന്നു തൻ്റെ പുത്രനായ യേശുവിൽ കൂടെ മാനവജാതിക്ക് സാധ്യമാക്കി തീർന്ന വീണ്ടെടുപ്പ്, രക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രാരംഭ ഭാഗം നമുക്കൊന്ന് നോക്കാം. മത്തായി 5-ാം വാക്യമാണ്, മാത്യു ചാപ്റ്റർ 5:3. അവിടെ യേശു പറഞ്ഞു തുടങ്ങിയാണ് തൻ്റെ ചുറ്റുമുള്ള ശിഷ്യന്മാരോട്, കേൾവിക്കാരോട്. ഗിരിപ്രഭാഷണത്തിൻ്റെ ആരംഭ സന്ദേശം ഇതാണ്, ഹല്ലേലൂയ, ബ്ലെസ്സഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ് ഫോർ ദെയർ ഷാൽ ബി ദ കിങ്ഡം ഓഫ് ഗോഡ്. ആർക്കാണ് ദൈവരാജ്യം ലഭിക്കുന്നത്? ആർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുന്നത്? ആത്മാവിൽ ദരിദ്രരായവർക്കാണ്. ആത്മാവിലൊരു വിശപ്പും ആത്മാവിൻ്റെ ഒരു ദാഹവും, ഇനിയും വളരണം, ഇനിയും അറിയണം, ഇനിയും പ്രയോജനപ്പെടണം, ഇനിയും ജീവിതം നന്നാകണം. ഇന്ന് ജീവിച്ച ജീവിതശൈലി പോരാ. വിശുദ്ധ തിരുവെഴുത്തിലെ തിരുമൊഴികൾ സകലതും എൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ച് അനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിന് ഞാൻ ഉടമയായി തീരണമെന്നുള്ള ഒരു ത്വര, the earnest desire, the thirst and appetite to be like Jesus, that what we mean poor in spirit. ആത്മാവിലെ ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ, നാം കേട്ടതുപോലെ ക്രിസ്തുവിലുള്ള അതേ ഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ വിഷയത്തിൽ ഇനിയും ഞാൻ വളരാനുണ്ട്? വചനം വായിച്ചോ, ആത്മാവിൽ ആരാധിച്ച്, കർത്താവിന് മഹത്വം കൊടുത്ത്, വലിച്ചെറിയേണ്ടതിനെ വലിച്ചെറിഞ്ഞ്, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കെൻ്റെ യേശുവിനെ പോലെയാകാം, യേശുവിൻ്റെ മനസ്സുള്ള
ഉള്ളവനായി മാറാം എന്നുള്ള ആഗ്രഹം, വാഞ്ച, ഈ തേഴ്സ്റ്റ് ആൻഡ് ഡിസയർ വാട്ട് വി കോൾ ദ പൂർ ഇൻ സ്പിരിറ്റ്, വീണ്ടും അറിയാനുള്ള ആഗ്രഹമാണ്. പലപ്പോഴും ദിനവും നാം എല്ലാം തികഞ്ഞു വന്ന ഒരു സ്പിരിച്വൽ കോംപ്ലസൻസി, ആത്മീയ സ്വയം സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഹല്ലേലൂയ എനിക്കെല്ലാം തികഞ്ഞുവെന്നൊരു മിഥ്യാധാരണ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ ദൈവദാസിദാസന്മാരെ, പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈനംദിനം ഒരു കൊച്ചു കുഞ്ഞിന് ഹല്ലേലൂയ പാൽ കുടിക്കുവാനുള്ള വാഞ്ചി എന്ന പോലെ, ശിശുവിന് വിശപ്പുണ്ടാകുന്ന, അതിന് സമയനോട്ടമൊന്നുമില്ല, 3 നേരം രാവിലെ 8 മണിക്ക് ഹല്ലേലൂയ മിൽക്ക് കൊടുക്കുന്നു, ഉച്ചയ്ക്ക് 12 മണിക്ക്, വൈകിട്ട് 4 മണിക്ക്, ഡയറ്റ് ഒന്നുമില്ല. whenever the child baby is hungry and it will crave for the milk, the same desire and thirst we need to have in our life for the word of God and to grow in the unity of Christ. ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ വളരുവാൻ, വചനം വായിക്കുവാൻ, അതേ ക്രേവിംഗ് സ്പിരിറ്റ്, ആ വിശപ്പിൻ്റെ ഒരു ആർത്തി നമുക്കുണ്ടായിരിക്കണം. മോശയോട് ചോദിക്കൂ, ദൈവത്തെ പലവട്ടം കണ്ടതല്ലേ? അതെ, ഞാൻ കണ്ടതാണ്. കത്തുന്ന മുൾപ്പടർപ്പിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ തേജസ് ഞാൻ കൺകുളിർക്ക കണ്ടതാണ്. ഹോരേബ് പർവ്വതത്തിൽ, സീനായി മലയിൽ എത്രയോ പ്രാവശ്യം ദൈവശബ്ദം ഞാൻ നേരിട്ട് കണ്ടതും കേട്ടതുമാണ്, അനുഭവിച്ചറിഞ്ഞതാണ്. എൻ്റെ പ്രാർത്ഥനകൾ ഒന്നിനു പുറകെ ഒന്നായി ദൈവം വ്യക്തമായി കേട്ടതാണ്. പക്ഷെ മോശ പിന്നെയും പറയുന്നു, കർത്താവേ, അവിടുത്തെ തേജസ് എനിക്ക് കാണിച്ചു തരണം. കണ്ടതെനിക്ക്, ബട്ട് നോട്ട് ഇനഫ് ദാറ്റ് ഐ ഹാവ് സീൻ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, ദാറ്റ്സ് റൈറ്റ്, ബട്ട് സ്റ്റിൽ ഐ നീഡ് ടു സീ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് once again in my life. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഒത്തിരി പാട്ട് പാടിയിട്ടുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രസംഗിച്ചു, ദൈവശബ്ദം കേൾക്കുന്നു. We are in the very center of the perfect will of God. Still do you have an earnest desire to behold the glory of the Lord? ദൈവ തേജസ് കാണാനുള്ള ഒരു ത്വര ഇന്ന് പകൽ നമ്മുടെ അകത്ത് ഒരു വിത്ത് പൊട്ടി മുളയ്ക്കുന്നത് പോലെ മുളച്ചു വരുമാറാകട്ടെ. ദാവീദിനോട് ചോദിക്കൂ, ദൈവത്തെ അടുത്തറിഞ്ഞതല്ലേ? അതേ, അടുത്തറിഞ്ഞതാണ്. ദൈവമാണ് എന്നെ കാട്ടി ഇന്ന് തിരഞ്ഞെടുത്തത്. എൻ്റെ സഹോദരന്മാരെക്കാൾ മുമ്പൻ എന്നെ ആക്കിയത് ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രവാചകനാണ് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അഭിഷേകം ചെയ്തത്. I could hear the audible voice of the Lord over and over in my life. Still David has an honest desire. What was his desire? എന്തായിരുന്നു ദാവീദിൻ്റെ ആ ആഗ്രഹം? 27-ാം സങ്കീർത്തനം 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. When he was writing this psalm, he is almost 60-70 years old. He could see the glory of the Lord many times in his life. Still he is presenting an earnest desire before the Lord. ദൈവത്തിൻ്റെ മുമ്പാകെ തൻ്റെ ഒരു ആഗ്രഹം പറയുക, കർത്താവേ, യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണണം. കണ്ടതെനിക്ക് പോരാ, ഇത്രയും നാളും അനുഭവിച്ചത് പോരാ, അങ്ങയെക്കുറിച്ച് പാട്ട് പാടിയിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല, അങ്ങയെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ രചിച്ചിട്ട് അങ്ങയ്ക്ക് വേണ്ടി ഗീതങ്ങൾ അല്ലെങ്കിൽ ആലപിച്ചിട്ട് എൻ്റെ നാവിനും എൻ്റെ ഹൃദയത്തിനും തൃപ്തി പോരാ. യഹോവയുടെ മനോഹരത്വം കാണണം. അവൻ്റെ മന്ദിരത്തിൽ രാപ്പകൽ ധ്യാനിക്കണം. ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു ആത്മീയ അവസ്ഥ, ദാഹം, ആർത്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ? കോരഹപുത്രന്മാർ പറയുന്ന 84-ാം സങ്കീർത്തനം 1-ാം വാക്യം, എൻ്റെ ഉള്ളം യഹോവയെ നോക്കി വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. ഞങ്ങളുടെ അകം കൊണ്ടങ്ങ് ആഗ്രഹിക്കുക യഹോവയെ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടി. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതയാത്രയുടെ അവസാന നിമിഷങ്ങളിലും തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെ, എൻ്റെ ആഗ്രഹം നിങ്ങൾ കേൾക്കണമോ? 14 ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, 100 കണക്കിന് പ്രസംഗങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ധാരാളം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടിയിട്ടുണ്ട്, ഒത്തിരി പ്രതികൂലങ്ങൾ, കഷ്ടതകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഐ ഹാവ് ആൻ ഏണസ്റ്റ് ഡിസയർ. എൻ്റെ ആഗ്രഹം കേൾക്കണം, അവനെ അറിയണം, അവനിലിരിക്കണം, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം, അവൻ്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം, അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. അറ്റ് ലാസ്റ്റ് ഐ ഹാവ് എ ഗ്രേറ്റ് ആൻഡ് ഗോൾ ഇൻ മൈ ലൈഫ്, ഹല്ലേലൂയ, ടു റൈസ് ഫ്രം ദ ഡെഡ്. മരിച്ചവരുടെ നിന്ന് എനിക്കൊരു ഉയർപ്പുണ്ടാകണം. ഇന്ന് ഇങ്ങനെ നമുക്കൊരാഗ്രഹമുണ്ടോ? ഈ മണ്ണിൽ നീറിയൊടുങ്ങുന്ന, ഈ മണ്ണ് കൊണ്ട് അവസാനിക്കുന്ന താൽക്കാലിക സ്വപ്നമല്ല എൻ്റെ സന്തോഷം. ഈ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന കാഹളത്തിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ഈ മണ്ണിനെന്നെ പിടിച്ചു വെക്കുവാൻ കഴിയാത്ത ഒരു തീഷ്ണതയും ആഗ്രഹവും അകത്തുള്ളവർക്ക് ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. തുടർന്ന് യേശു പഠിപ്പിക്കുന്ന പഠിപ്പിക്കൽ ഒന്നാണ് നമ്മുടെ നിക്ഷേപത്തെക്കുറിച്ച്. ഞാൻ ആ ചിന്തയിലേക്ക്, എന്താണ് ദൈവരാജ്യം അന്വേഷിക്കുക മുമ്പേ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് പറഞ്ഞു വരുന്നത്. സ്വർഗത്തിലായിരിക്കണം നമ്മുടെ നിക്ഷേപം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ യേശു ഇങ്ങനെ പറഞ്ഞു. മാത്യു ചാപ്റ്റർ 6 verse 19-20, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്.
പകരം നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കേണ്ടത് ഹല്ലേലൂയ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിൽ അത്രേ നിങ്ങളുടെ നിക്ഷേപം ഹല്ലേലൂയ സ്വരൂപിക്കേണ്ടത്. ഈ നിക്ഷേപം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് പണമാണോ എന്ന് തോന്നുമല്ല. പണമല്ല ഈ നിക്ഷേപം. പുഴുവും തുരുമ്പും കള്ളന്മാരും തുരന്നു മോഷ്ടിക്കുന്നു എന്നുള്ള ആ ഫ്രേസ് പ്രയോഗം കൊണ്ട് സമ്പത്തിനെ കുറിച്ചാണോ പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ സത്യത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ നിക്ഷേപം എന്താണ്? നമ്മുടെ നിക്ഷേപം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഈ മണ്ണാകുന്ന ശരീരത്തിനകത്ത് ദൈവം തൻ്റെ നിക്ഷേപം വെച്ചിട്ടുണ്ടെന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്. ഗോഡ് ഹാസ് ഇൻവെസ്റ്റഡ് ഹിസ് ഗ്രേറ്റ് ട്രഷർ ഇൻ ദിസ് എർത്തേൺ വെസൽ. ഹല്ലേലൂയ. വി നീഡ് ടു നോ വാട്ട് ഈസ് ദാറ്റ് ട്രഷർ. എന്താണ് ആ സന്തോഷം എന്ന് പറയുന്നത്? നിത്യസന്തോഷമാണ്, നിത്യജീവനാണ്. ദൈവം തൻ്റെ കൈകൊണ്ട് മെനഞ്ഞ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് സ്വർഗത്തിൻ്റെ നിക്ഷേപമായ ജീവനൂതി ഈ ഉള്ളിലൊരു ആത്മാവിനെ തന്നു. ആ ആത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ്. സർവ്വലോകത്തെക്കാളും. ഈ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ജീവിതം കൊണ്ടൊരു പ്രയോജനമില്ലെന്നല്ലേ യേശു തൻ്റെ ഉപമകളിലും പഠിപ്പിക്കലിലുമൊക്കെ നമ്മെ മനസ്സിലാക്കി തന്നത്. പ്രിയരെ, ജീവിച്ചിരിക്കുമ്പോൾ ഈ നിക്ഷേപം മണ്ണിനു വേണ്ടി നിങ്ങൾ ആയുസ് ചെലവാക്കുന്നോ അതോ സ്വർഗത്തിനു വേണ്ടി ജീവിക്കുന്നോ? ഈ തിരിച്ചറിവാണ് നിങ്ങളുടെ നിക്ഷേപം എവിടെ ആണ് എന്നറിയുന്നത്. 70 80 വയസ്സ് ലഭിക്കുന്ന ഒരായുസിൽ നാം എന്തു നേടിയെന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, നിത്യജീവൻ നേടിയെന്ന്. നിത്യജീവൻ നേടിയെന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്ക് നല്ല ധൈര്യത്തോടെ പറയാം, ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ള ഒന്നിനും ദ്രവിപ്പിച്ച് കളയാത്ത, രോഗത്തിനോ കഷ്ടതയ്ക്കോ നിന്ദതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ വരുവാനുള്ളതിനോ ഉയരത്തിനുള്ളതിനോ ആഴത്തിനോ nothing can separate me from the love of Christ because I have earned eternal life. നിത്യജീവൻ നേടിയത് കൊണ്ട് എൻ്റെ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. യേശു അത് തെളിവിച്ചു പറഞ്ഞു, വേർ യുവർ ട്രഷർ വിൽ ബി there will be your heart. എവിടെ നിങ്ങളുടെ നിക്ഷേപമുണ്ടോ അവിടെ ഹൃദയം ഇരിക്കും. ഉയരത്തിലെ ചിന്തകളാൽ നാം പരിപോഷിക്കപ്പെടുന്നതിൻ്റെ കാരണം നമുക്കറിയാം നമ്മുടെ നിത്യജീവൻ്റെ ഉറവിടമായ സ്വർഗത്തിൽ എൻ്റെ കർത്താവുണ്ട്. ആ സന്തോഷവും തിരിച്ചറിയുമാ നിക്ഷേപം സ്വർഗത്തിലാണെന്ന് അറിയുന്നത്. മത്തായി 6:21 അത് വായിച്ചത്. അതെ, ആ സമൃദ്ധിയായ ജീവൻ നിക്ഷേപം എവിടെ ഇരിക്കുന്നോ അവിടെ എൻ്റെ ഹൃദയവും ഇരിക്കും. തുടർന്ന് യേശു തുടരുന്നത് നിങ്ങൾ വിചാരപ്പെടരുത് എന്നുള്ള ചിന്തയിലേക്കാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നതിന് അല്ലെങ്കിൽ പറയുവാനുള്ള ഒരു കാരണമാണ്, പിൻബലമാണ് യേശു പറയുന്നത്. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 25-34 ആണ്. മത്തായി 6:25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. പ്രധാനമായും 2 ആകുല ചിന്തയിലാണ് മനുഷ്യനായിരിക്കുന്നത് എന്ന് യേശു വെളിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ 2 types of worries that majorly dominate in every human's life. 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്ത് കഴിക്കും എന്ത് കുടിക്കുമെന്നുള്ള അല്ല ജീവനായിട്ടുള്ള worries. അല്ല what shall I drink or what shall I eat. We are worried about our life. ജീവിതത്തെക്കുറിച്ചുള്ള ആകുല ചിന്ത. രണ്ടാമത് what shall I wear. എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനു വേണ്ടിയുള്ള ആകുല ചിന്ത. ഈ 2 ആകുല ചിന്തകളിൽ നിന്നാണ് ലോകത്തിൽ നമുക്കുള്ള സകല ആവശ്യങ്ങളെയും ഡിറൈവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സകല ആഗ്രഹങ്ങളും ഇച്ഛകളും ആകുലങ്ങളും ഒക്കെ ഈ 2 ചിന്തകളെ അടിസ്ഥാനമാക്കിയാണ്. എന്ത് കഴിക്കും എന്ത് കുടിക്കും. ഇതാണ് രോഗത്തിൻ്റെ പിന്നിലും ഒക്കെ ആയുസ് നീട്ടുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ളതൊക്കെ വരുന്നത് ഇതിൽ നിന്നാണ്. രണ്ടാമത് എന്ത് ഉടുക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുമ്പാകെ ഞാൻ എന്ത് ധരിക്കും. കേവലം വസ്ത്രങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രമല്ല, ഹൗ ഐ എം ഗോയിങ് ടു പ്രസന്റ് മൈസെൽഫ് ബിഫോർ ദ പീപ്പിൾ. ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഇതിൽ നിന്നാണ് വരുന്നത്. ഈ ആകുല ചിന്ത മാനവജാതി ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 7 ബില്യൺ അതിലധികം ആൾക്കാരും നമുക്ക് മുമ്പ് ജീവിച്ചു മൺമറഞ്ഞു പോയവർക്കും നമ്മുടെ കാലശേഷം ജനിക്കാനിരിക്കുന്നവർക്കുമൊക്കെ ഈ ആകുല ചിന്ത എന്നുമുണ്ടാകും. അത് സമ്പൽ സമൃദ്ധമായ അമേരിക്കയിലും ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും അറേബ്യയിലും ലോകത്തിൻ്റെ ഏത് കോണിൽ പാർക്കുന്നവർക്കും ഈ ആകുല ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ഉത്തരമായി യേശു പറഞ്ഞത് അല്ലെ, എന്ത് കഴിക്കും എന്ത് കുടിക്കുമെന്ന് ജീവനായി ഭാരപ്പെടുന്നവർ ഓർക്കണം,
തലപൊക്കി നോക്കണം പറന്നു പോകുന്ന പക്ഷികൾ. ലുക്ക് അറ്റ് ദ ബേർഡ്സ് ഇൻ ദ സ്കൈ. ദേ ആർ നെവർ sowing or reaping or storing up in their barns. Still there is a heavenly Father providing for them. ഹല്ലേലൂയ. ആകാശത്തിലെ പർവ്വജാതികളെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാട്ട് വിതയ്ക്കാത്ത, കൊയ്യാത്ത, കളപ്പുരയിൽ കൂട്ടിവെക്കാത്ത പർവ്വജാതികൾക്ക് വേണ്ടി പുലർത്തുന്ന, കഴുകുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടാകണം. We need to be confirmed that I have a heavenly Father who take care of every single needs in my life. My God shall supply all my need. Not even single one will be left out. Everything will be taken care of. എൻ്റെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളും നടത്തിത്തരുന്ന ഒരു ദൈവമുണ്ടെന്ന്. കാരണം പറയാൻ, നിങ്ങൾ പക്ഷികളെക്കാൾ വിശേഷതയുള്ളവരാണ്. ഉളവാകട്ടെ എന്ന് പറഞ്ഞ ദൈവശബ്ദത്തിൽ സകല ചരാചരങ്ങളും ഉളവായ കൂട്ടത്തിൽ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉളവായ കൂട്ടത്തിൽ മാത്രം ഉളവായതാണ് കാക്കയോ പക്ഷികളോ. അങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം കൊണ്ട് മാത്രം ഉളവായ ഒരു കാക്കയ്ക്ക്, പക്ഷിക്ക് വേണ്ടി സ്വർഗം കരുതുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരം കൊണ്ട് നിർമ്മിച്ച് ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ തേജസ്സുമുള്ള നമ്മളെ എത്രയധികം ദൈവം പരിപാലിക്കും. ദൈവത്തിൻ്റെ രൂപമുള്ള, ദൈവത്തിൻ്റെ ഭാവമുള്ള, ദൈവത്തിൻ്റെ വിലപ്പെട്ട ആത്മാവുള്ളിലുള്ള നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ എന്ത് ഉടുക്കുമെന്നുള്ളതാണ്. ശരീരത്തെക്കുറിച്ചുള്ള വിചാരങ്ങളാണ്. യു ആർ വറീഡ് അബൌട്ട് യുവർ ബോഡി. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹെഡ് ടു ദ ടിപ്പ് ഓഫ് ദ ടോ യു ആർ കൺസേൺഡ് അബൌട്ട് മെനി തിങ്സ്. വാട്ട് ഷാൽ ഐ വെയർ? എന്ത് ധരിക്കും? വസ്ത്രം മാത്രമല്ലല്ലോ, എന്ത് ധരിക്കും എന്നുള്ള ചിന്തകളാണ്. അതിന് യേശു പറഞ്ഞ മറുപടി, ലുക്ക് അറ്റ് ദ ലില്ലീസ് ഇൻ ദ വാലി. വയലിലെ താമരയൊന്ന് നോക്കിയാട്ട്. ഹല്ലേലൂയ. ശലോമോൻ when he was in all his glory, not even equal to that small lilies that sprouting from the ground. ശലോമോൻ തൻ്റെ ജ്ഞാന സമ്പൂർണതയോടെ, തൻ്റെ ആഡംബര പൂർണ്ണതയോടെ അലങ്കരിച്ച് നിന്നാൽ പോലും ദന്തമന്ദിരത്തു നിന്നുള്ള കമ്പിനാദങ്ങളാൽ മുഴങ്ങുന്ന ഗീതങ്ങളും ചുറ്റും നിന്ന് യെരൂശലേം പുത്രിമാർ പാട്ടുപാടിയപ്പോഴും ദന്തഗോപുരങ്ങൾ കൊണ്ട് അരമനകൾ അലങ്കരിച്ച് സ്വർണവും വെള്ളിയും താമ്രവും തങ്കവും കൊണ്ട് അലങ്കരിച്ച തൻ്റെ അന്തഃപുരത്തിൽ സർവാഭരണ വിഭൂഷിതനായി സിംഹാസനത്തിൽ ഇരിക്കുന്ന ശലോമോൻ പോലും ഈ ഒരു താമരയുടെ അല്ലെങ്കിൽ അലങ്കാരത്തിനൊപ്പം വന്നിട്ടില്ല. അപ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം, ഇത് ഇന്ന് മുളച്ച് നാളെ വാടിപ്പോകുന്നതാ. രാവിലെ പൊട്ടും മുളച്ച് വൈകുന്നേരം അരിഞ്ഞു വാടിപ്പോകുന്ന, അതിന് തുല്യമായി ശലോമോൻ പോലും വന്നിട്ടില്ല. ആ താമരയെ ഞാൻ അണിയിച്ചൊരുക്കുന്നുവെങ്കിൽ, ആയുസ് 24 മണിക്കൂർ പോലും ഇല്ലാത്ത ഒരു താമരയ്ക്ക് ഞാൻ അലങ്കാരം കൊടുത്തുന്നുവെങ്കിൽ, എൻ്റെ കൈപ്പണിയായ നിങ്ങളെ എത്രമാത്രം ഞാൻ അണിയിച്ചൊരുക്കും. ഈ ആകുല ചിന്ത ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകണം. ഏദൻ തോട്ടത്തിൽ നമുക്ക് അറിയാമല്ലോ, പാപം ചെയ്ത് നഗ്നത വെളിപ്പെട്ടപ്പോൾ പാപത്തിൻ്റെ പരിണിത ഫലമാണ് നഗ്നത എന്ന് പറയുന്നത്. നോട്ട് ഓൺലി ദ ഫിസിക്കൽ നേക്കഡ്നെസ് ആൻഡ് എവരി വിക്കഡ്നെസ്, എവരി ഡിസ്ഫിഗറേഷൻ ഓഫ് ദ ഹ്യൂമാനിറ്റി ഈസ് കോസ്ഡ് ഓൺലി ത്രൂ ദ സിൻ ആൻഡ് സിൻഫുൾ നേച്ചർ. പാപം നിമിത്തം മാനവജാതിക്കുണ്ടായ വികൃത രൂപം, പാപത്തിൻ്റെ വിരൂപത്വം കാണണമെങ്കിൽ ക്രൂശിലേക്ക് നോക്കണം. 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 ആണികളിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന കർത്താവ്. യേശുവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഞങ്ങൾ ആ മുഖത്തോട്ട് വിശ്വാസ കണ്ണ നോക്കുന്നു, കണ്ടാൽ ആളല്ലാത്ത വിധം വിരൂപമായിരിക്കുന്നു. അവന് മനുഷ്യൻ്റെ ആകൃതിയില്ല, അവന് രൂപഗണമില്ല, കോമളത്വമില്ല, ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. ഹി വാസ് ഡിസ്പൈസ്ഡ് ബൈ ദ പീപ്പിൾ ആൻഡ് റിജക്റ്റഡ് ബൈ ദ കമ്മ്യൂണിറ്റി. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമാണ്, രോഗം ശീലിച്ചവനാണ്. നമുക്കറിയാം, നമ്മുടെ യേശുവിൻ്റെ കാൽവരിയുടെ വ്യതയുടെ സമയത്ത് ആര് നോക്കിയാലും തിരിച്ചറിയത്തില്ല. രോമമെല്ലാം പിച്ചിപ്പറിക്കപ്പെട്ട് കണ്ണുകെട്ടി തല്ലപ്പെട്ടവനായി, കവളെല്ലാം വീർത്ത്, മുഖത്തെ രോമം പിച്ചിപ്പറിച്ച് കാർക്കിച്ച് മുഖത്തും മറ്റുള്ളവർ തുപ്പി, തലയിലോടി പിളർന്ന് മുൾക്കിലിടം വെച്ച് ആഞ്ഞടിച്ച്, കൈകാലുകളിൽ ക്രൂശിക്കൽ ആണിയോട് ചേർത്തടിച്ച്, അസ്ഥികൾ എണ്ണുന്ന രീതിയിൽ മാംസം അടർന്നുപോയി. ആരും നോക്കത്തില്ല, ഒരു പ്രാവശ്യം പോലും നോക്കുന്ന സൗന്ദര്യമില്ല. സൗന്ദര്യ സമ്പൂർണനായിരുന്ന, സ്വർഗത്തിൻ്റെ മണിമകുടമായിരുന്ന, ദൂതന്മാരുടെ ആരാധന കേന്ദ്രമായിരുന്ന ആ യേശുവിൻ്റെ രൂപം കണ്ടോ? ഇതാണ് പാപത്തിൻ്റെ വികൃത രൂപം. ഇതാണ് പാപം ചെയ്ത ദൈവ തേജസ് ഉണ്ടായിരുന്ന മനുഷ്യൻ പാപം ചെയ്ത നഗ്നത എന്ന് പറയുന്നത്. കാൽവറിയിൽ കാണുന്ന ആ വിരൂപരൂപമാണ്. അർത്ഥനഗ്നനായി ദാഹിക്കുന്നുവെന്ന് നിലവിളിക്കുന്ന മനുഷ്യൻ്റെ രൂപം. സ്തോത്രം. എന്നാൽ
അത്തിയും കൊണ്ട് ഇലയുണ്ടാക്കി ഉടുക്കുവാനാണ് ആദമും ഹവ്വയും ശ്രമിച്ചത്. ടു കവർ ദെയർ സിൻ, ടു കവർ ദെയർ ഫെയിലിയർ. ദേ ട്രൈ ടു കവർ ദംസെൽവ് വിത്ത് ലീവ്സ് ഓഫ് ദ ഫിഗ് ട്രീ. ഇന്നും ലോകം അങ്ങനെ ചെയ്ത പാപം മറയ്ക്കാൻ വേണ്ടി മതങ്ങളുടെ അടിസ്ഥാനം തേടുന്നു, മലകൾ കയറുന്നു, അല്ലെങ്കിൽ ഈ വിളക്കുകൾ കത്തിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കി നോക്കുന്നു. പക്ഷേ ഒരു വെയിലടിക്കുമ്പോൾ വാടിപ്പോകുന്നതാണ്. സകലവും നീതി സൂര്യനായ ക്രിസ്തുവിൻ്റെ പ്രകാശപൂരിതമായ അഗ്നിജാലയ്ക്കൊത്ത കണ്ണിന് മുമ്പിൽ മനുഷ്യൻ്റെ സകല പാപങ്ങളും വെളിവായി വരും, സകല നഗ്നതയും വെളിവായി വരും. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. സാം 139 1 നാം വായിക്കുന്നു, ഞാൻ ഇരിക്കുന്നത് നീ അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്ന നീ അറിയുന്നു, എൻ്റെ നടപ്പ് നീ അറിയുന്നു, എൻ്റെ കിടപ്പ് നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ അറിയുന്നു, നീ അറിയാതൊരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നോക്കൂ, ഹല്ലേലൂയ. സകലവും അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ എല്ലാം നഗ്നവും മലർന്നവുമായിരിക്കുന്നു. അങ്ങനെ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് അത്തിയില കൊണ്ട് നാമല്ലേ നമ്മുടെ സംസ്കാരം കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്, ഭാഷ കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട് പാപം മറയ്ക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങൾ തിരിച്ചറിയണം, അല്ല, പാപം മറയ്ക്കുന്ന ഒരു മറയും ലോകത്തിലില്ല. അല്പകാലത്തെ ഒളിച്ചു വെക്കാം. തൻ്റെ തെറ്റുകളെ മറക്കുന്നവന് ശുഭം വരികയില്ല, മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, one of the greatest verse in the Bible, you need to know that, you need to make it by heart. Hallelujah. Those who cover their sin shall not prosper, but those who confess it and forsake it forever and ever, they shall be blessed and live forever. പാപം മറച്ചു വെക്കുന്നവൻ അനുഗ്രഹം കിട്ടത്തില്ല. എന്നാൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവസന്നിധിയിൽ അന്നും ഇന്നും കണ്ണുനീര് പൊഴിക്കുന്നവർക്ക് കരുണയുടെ കരമായി ദൈവം ഇന്ന് രാവിലെയും നമ്മുടെ ഇടക്കിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവർ അത്തിയില കൊണ്ടുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു നോക്കി, വെയിലടിച്ചപ്പോൾ വാടിപ്പോകുന്നു. മരത്തിന് പുറകിലേക്ക് മാറി നോക്കി. They try to hide themselves behind a tree. മരത്തിൻ്റെ പുറകിലേക്ക് ആദം ഹവ്വ ഒളിച്ചു നോക്കി, പക്ഷേ അവിടെയും രക്ഷയില്ല. അവസാനം സ്വർഗം അവർക്കൊരു വസ്ത്രം ഉടുപ്പിച്ചു. ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലെടുത്ത് ആദമിന് ഹവ്വയ്ക്കും ഉടയാട ദൈവം ഉണ്ടാക്കി കൊടുത്തു. അതെ, സ്വർഗം എന്നെ മറച്ചത് കൊണ്ടാണ് എൻ്റെ പാപം മാറിയത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എൻ്റെ പാപത്തിൻ്റെ അങ്കി അഴിച്ചു മാറ്റിയിട്ട് എനിക്ക് ലഭിച്ച വസ്ത്രത്തിൻ്റെ പേരാ നീതിയുടെ വസ്ത്രം. ഉല്ലാസം എന്നെ ഉടുപ്പിച്ചു, രക്ഷയുടെ വസ്ത്രം എന്നെ ഉടുപ്പിച്ചു. ഇന്ന് ഞാൻ ക്രിസ്തുവിൽ ധന്യനാണ്. എൻ്റെ പഴയ പാപത്തിൻ്റെ ചെളി പുരണ്ട യൂണിഫോം അഴിച്ചു മാറ്റി. ഇസ്രയേൽ മക്കളുടെ മിസ്രൈം യാത്രയിൽ നിന്ന് അവരുടെ ഇഷ്ടികച്ചൂളയിലെ വസ്ത്രം മാറിയിട്ട് അവർക്ക് പുത്തൻ വസ്ത്രവും കൊടുത്ത് അവരെ മരുഭൂമിയിൽ കൂടെ നടത്തിയ പോലെ ജീർണിക്കാത്ത വസ്ത്രം, ഹല്ലേലൂയ, അല്ലെങ്കിൽ വിങ്ങാത്ത കാലും അല്ലെങ്കിൽ മങ്ങിപ്പോകാത്ത വസ്ത്രങ്ങളും ഒക്കെ ദൈവം തന്നെ കൊടുത്തതുപോലെ എൻ്റെ നിത്യതയ്ക്കുള്ള സന്തോഷത്തിന് ഒരുക്കത്തിനായി എനിക്ക് പുതിയ വസ്ത്രം എന്നെ അണിയിപ്പിച്ച ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. മോശയ്ക്ക് ദൈവം മുഖത്ത് തേജസ്സാണ് ദൈവം കൊടുത്തത്. യോശുവ എന്ന പുരോഹിതൻ്റെ മുഷിഞ്ഞ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് അവനെ പുതുമയുള്ള വസ്ത്രം ദൈവം ധരിപ്പിച്ചതുപോലെ ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം, നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ഈ ലോകത്തിലെ ചിന്തകൾ വെച്ച് ആകുലപ്പെടരുത്. സ്വർഗം നമുക്ക് കരുതിയിട്ടുണ്ട്. 2, സ്വർഗം നമ്മളെ ഉടുപ്പിക്കുന്ന ദൈവമാണ്. എന്ത്? തേജസ്സും സന്തോഷം, നീതി, ഉത്സവം ഒക്കെ തരുന്നതാണ്. രട്ടഴിച്ചു മാറ്റി, ഹല്ലേലൂയ, വിലാപത്തിൻ്റെ രട്ടുകൾ അഴിച്ചു മാറ്റി അവനെന്നെ സന്തോഷം ഉടുപ്പിക്കുന്ന ദൈവമാണ്. തുടർന്ന് നാം ചിന്തിക്കുന്നത് ദൈവരാജ്യം എന്തല്ല, അപ്പോൾ തന്നെ എന്താണ്. വാട്ട് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് വാട്ട് ഈസ് നോട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. അത് നാം തിരിച്ചറിയണം. യേശു പറഞ്ഞ വാക്യം ഞാൻ ആവർത്തിക്കുന്നു, സീക്ക് ye first the kingdom of God and all his righteousness. What does it mean, the kingdom of God to us? ദൈവരാജ്യം എന്താണ്? റോമാലേഖനം 14 അധ്യായം അതിൻ്റെ 17 വാക്യം സുപരിചിതമായ വേദഭാഗമാണ്. റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 17. അവിടെ പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ജസ്റ്റ് മിയർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയവുമല്ല. അർത്ഥം, ഇറ്റ്സ് നോട്ട് അല്ലല്ലേ, അവർ പ്രയോറിറ്റി ഈസ് നോട്ട് ടു പാസിഫൈ ഓർ quench the thirst and desire of this flesh. ഈ ജഡത്തിൻ്റെ ദാഹം, ആഹാരം അല്ലെങ്കിൽ പാനീയം എന്ന് പറയുമ്പോൾ ജഡത്തിൻ്റെ ചിന്തകളാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും കഴിക്കുന്നതും കുടിക്കുന്നതുമല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും മോഹങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഇഹലോകത്തിലെ വസ്തുക്കളുടെ വിശേഷതകളും ആഡംബരങ്ങളും അതിൻ്റെ വർണ്ണശോഭകളുമല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്.
ഹല്ലേലൂയ. അത് നാം തിരിച്ചറിയണം. നാം വാരിക്കൂട്ടുന്ന നന്മകളുടെ തിളക്കമല്ല ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വം. അതിൻ്റെ അർത്ഥം ദൈവമക്കൾക്ക് ഞാൻ ഓർപ്പിച്ചതുപോലെ വേണ്ടതെല്ലാം തരുന്ന ദൈവമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ദാവീദ് തൻ്റെ ഏകദേശം വാർദ്ധക്യ സമയം, മരണക്കിടക്കയോട് അടുക്കാറാകുന്ന സമയത്ത് താൻ ഇങ്ങനെ പറയുന്നു, there was a time in my life I was a child, now and after that I become a young man, now I am an old man. ഞാൻ ബാലനായിരുന്നു, യൗവനക്കാരനായി, ഇപ്പോൾ വൃദ്ധനായിരിക്കുന്നു. Throughout my life I could not see two things. I have seen many things. ഒത്തിരി കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. കാണാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. രാജാക്കന്മാർ ഭരിക്കപ്പെടുന്നതും അവർ പുറന്തള്ളപ്പെടുന്നതും, ദാസന്മാർ കുതിരപ്പുറത്തും യജമാനന്മാർ നിലത്തുകൂടെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. സമ്പത്തുള്ളവർ വെറും കൈയോടെ പോകുന്നതും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തിയെടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവം അത് തന്നെയാണ്. ദാവീദ് പറയും, കാട്ടിൽ കിടക്കുന്നവൻ രാജാവും കൊട്ടാരത്തിൽ ഇരുന്നവനല്ലേ തള്ളപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നുവരെ ഞാൻ കാണാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഒന്ന്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും. രണ്ട്, അവൻ്റെ സന്തതി ആഹാരം ഇരയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് എഴുതി വെച്ച് ആത്മാവിൽ കൺഫസ് ചെയ്ത് പറയാം, ഇഫ് ഐ സെർവ് ദ ലോർഡ് വിത്ത് എ സിൻസിയർ ഹാർട്ട്, ഹി വിൽ നെവർ ലെറ്റ് മീ ടു ബി ഫോർസൈക്കൻ. ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല, തുണയില്ലാതിരിപ്പാൻ, ഒറ്റപ്പെട്ടു പോകുവാൻ സമ്മതിക്കത്തില്ല. അവൻ്റെ സന്തതി, ഹി വിൽ നെവർ ലെറ്റ് ഹിസ് ചിൽഡ്രൻ ടു ബെഗ് ബ്രെഡ്. വചനം പറയുന്ന പോലെ, യങ് ലയൺസ് മേ ഹല്ലേലൂയ thirst and desire for the bread or hunger for the bread, but those who search the Lord, those who seek the Lord and fear the Lord will not lack any good thing. യഹോവ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുവരത്തില്ല. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷിക്കാനും കുടിക്കാനും ഈ ലോകത്തിലെ നന്മകൾ ആസ്വദിക്കുവാനും വേണ്ടിയുള്ള ആഗ്രഹമല്ല. അതാണ് ഇവിടെ പറയുന്നത്. പൗലോസ് പറയുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. പിന്നെ എന്താണ്? വാട്ട് ഡസ് ദ കിങ്ഡം ഓഫ് ഗോഡ് മീൻ ടു യു? ദൈവരാജ്യം എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഇത് റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ്. ദൈവരാജ്യം എന്താണെന്ന് ഇവിടെ പറഞ്ഞു വരികയാണ്. നീതിയാണ്, ദൈവത്തിൻ്റെ വഴികളും പദ്ധതികളുമാണ്. ദ റൈറ്റ് തിങ് ഓഫ് ദ ലോർഡ്, ദാറ്റ് ഈസ് റൈച്ചസ്നെസ്. പാപത്തിലായിരുന്ന എന്നെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് കൊണ്ടുവന്ന, ഇന്നലകളെ മറച്ചൊരു പുതിയ വഴി, ജീവനുള്ള വഴി, പുതിയൊരു വഴി തുറന്നു തന്നതാണ് നീതിയുടെ വഴി, നീതിയുടെ മാർഗം, വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. വി ഷുഡ് നോ ദ മീനിങ് ഓഫ് ദ റൈച്ചസ്നെസ്. നീതി എന്ന് പറഞ്ഞാൽ നീതിമാന്മാർ, വിശുദ്ധരായി ജീവിക്കുന്നവർ. ദൈവരാജ്യമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്നതും ദൈവം പറയുന്നതുമാണ് എൻ്റെ ജീവിതത്തിലെ മുഖ്യ വിഷയമെന്ന് ഏറ്റെടുത്ത് അതിൻ പ്രകാരം ജീവിക്കുന്നതാണ് നീതി. സോ വെൻ വി കോൾ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് എമംഗ് us, we need to walk in the way that God asks us to walk, not the way that we are walking. നാം നടക്കുന്ന വഴിയെ നടക്കുകയല്ല, ദൈവം ആവശ്യപ്പെടുന്ന വചനത്തിൻ്റെ വഴി, വിശുദ്ധിയുടെ വഴി, വേർപാടിൻ്റെ വഴി, സമർപ്പണത്തിൻ്റെ വഴി, ക്ഷമയുടെ വഴി, സഹിഷ്ണുതത്തിൻ്റെ വഴി, സ്നേഹത്തിൻ്റെ വഴി, ഉത്സാഹത്തിൻ്റെ വഴി. സ്വർഗം എന്തൊക്കെ നമുക്ക് വഴിയായി കാട്ടി തന്നിട്ടുണ്ടോ, whenever he said that I am the way, we need to follow that exact way. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയാകുന്നു എന്ന് പറഞ്ഞെങ്കിൽ ആ വഴിയിൽ കൂടെ തന്നെ നടക്കണം. ആസ് ദ വേ ഹി വാക്ക്ഡ്, അവൻ നടന്ന പോലെ നടക്കണം. അതുകൊണ്ടാണ് ഹല്ലേലൂയ, ഇൻ ദ ബിഗിനിങ് ഏർലി സെഞ്ചുറീസ്, ദ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് പീപ്പിൾ വർ നോൺ ആസ് ദ പീപ്പിൾ ഓഫ് ദ വേ. ആ 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കളെ അറിയപ്പെട്ടിരുന്നത് ഈ മാർഗക്കാർ. കാരണം ഏതു മാർഗക്കാർ? അവർക്ക് മുമ്പായി നടന്നുപോയി 30 വർഷം ഹല്ലേലൂയ ആരും അറിയാതും 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്ത് ഒടുവിൽ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയ യേശു എന്ന വഴിയെ പിന്തുടരുന്ന, അവിടേക്ക് പോകുവാൻ ആഗ്രഹിച്ച് കുതിച്ചോടുന്നവരുടെ മാർഗം എന്നതായിരുന്നു ഈ മാർഗക്കാർ എന്നതിൻ്റെ. ദൈവമക്കളെ, നാം അതായിരിക്കണം നമ്മുടെ നീതി. 2 സമാധാനമാണ്. എന്താണ് സമാധാനം? ഏത് പ്രതിസന്ധിയിലും തളരാത്ത മനസ്സിൻ്റെ ശാന്തതയാണ് സമാധാനം. The status of our heart, our mind, that we can tolerate in any circumstances. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും, സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഹല്ലേലൂയ ഇടറിപ്പോകാതെ, കലങ്ങിപ്പോകാതെ, പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുന്ന ആത്മീയ അവസ്ഥയുടെ പേരാ സമാധാനം. ആ സമാധാനമാണ് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നുവെന്ന് യേശു പറഞ്ഞത്. ക്രൂശിൽ ആണി കയറുമ്പോഴും ഹല്ലേലൂയ ചാട്ടവാറ് കൊണ്ട് അടികൊള്ളുമ്പോഴും യേശു കാണിച്ച മാനസിക അവസ്ഥ, ദാറ്റ്സ് വാട്ട് വി കോൾ പീസ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ നമ്മുടെ സമാധാനം. ഹല്ലേലൂയ.
3, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് ദൈവരാജ്യത്തിൻ്റെ അർത്ഥം. ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ദാറ്റ് മീൻസ് വി ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഓൾസോ വി ആർ കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന, ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവുള്ള സന്തോഷം അല്ലേ. ചില തെറ്റുകൾ ബോധ്യപ്പെടുത്തുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം ആത്മസന്തോഷമാണ്. ഇല്ല, ഒരാളോട് പോയി ക്ഷമ ചോദിക്കണം. ക്ഷമ ചോദിക്കാൻ പോകുമ്പോൾ ജഡം പറയും വേണ്ട, നീ എന്തിനാ തല കുനിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു നീ പോയി ക്രമീകരണം പ്രാപിക്കണം. അങ്ങനെ ക്രമീകരണം പ്രാപിക്കുമ്പോൾ ഒരുപക്ഷെ നിന്ദിക്കപ്പെടും. പക്ഷേ അന്നേരം ഉണ്ടാകുന്ന ആത്മസന്തോഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. ചിലർക്ക് ചിലത് മടക്കി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കേണ്ടി വരും, താഴ്ന്നു കൊടുക്കേണ്ടി വരും, മറ്റുള്ള മുമ്പിൽ തല കുനിക്കേണ്ടി വരും. പക്ഷെ ഉള്ളിലുണ്ടാകുന്ന ദൈവവചനം അനുസരിച്ചല്ലോ എന്നുള്ള സന്തോഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. അങ്ങനെ ഈ നീതിയും സമാധാനവും ആത്മാവിലുള്ള സന്തോഷവും ചേർന്ന് നാം ജീവിക്കുന്ന ജീവിത ശൈലിയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ അവസാന ഭാഗം കൂടെ ഞാൻ വേഗം പറയാം. 3-4 കാര്യങ്ങൾ നാം വേഗം ചിന്തിക്കുന്നു. വൈ ഷുഡ് വി സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ഫസ്റ്റ്? യേശു പറഞ്ഞു സീക്ക് ye ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈച്ചസ്നെസ്. എന്തുകൊണ്ട് ദൈവരാജ്യം, ദൈവത്തിൻ്റെ നീതി നാം ജീവിതത്തിൽ ഒന്നാമതായി തിരക്കണം? മടി കൂടാതെ ജീവിതം തുടങ്ങുന്നത് തന്നെ, ഒരു ദിവസം തുടങ്ങിയാലും എന്ത് ആരംഭിച്ചാലും ദൈവരാജ്യം, ദൈവത്തിൻ്റെ നീതിയാണോ എന്ന് തിരക്കേണ്ടതിൻ്റെ കാരണം നമ്മുടെ ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോഴും നാം ആരാണെന്നുള്ള തിരിച്ചറിവാണ്. ഒന്ന്, എന്തുകൊണ്ട് നാം ദൈവരാജ്യം ഒന്നാമതായി തിരക്കണം? ലൂക്കോസ് 10 അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 19 and 20. ഒന്ന്, ഇറ്റ്സ് എ പ്ലേസ് അവർ നെയിംസ് ആർ റിട്ടൺ. ഹല്ലേലൂയ. നമ്മുടെ ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പറയുന്നിടത്താ നമ്മുടെ പേരെഴുതിയിരിക്കുന്ന സ്ഥലം. നമ്മുടെ പേരുള്ള സ്ഥലമായതുകൊണ്ട് പേരുള്ള സ്ഥലമാണ് തിരക്കേണ്ടത്. നിങ്ങളെന്താണ് ജോലി കഴിഞ്ഞതുമായിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത്? കാരണം നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങളുടെ അഡ്രസ്സ്. നിങ്ങളുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്, ഞാൻ പാർക്കുന്നത് 41909 എന്ന അഡ്രസ്സാണ്. തൊട്ടപ്പുറത്തും വീടുകളുണ്ട്, എല്ലായിടത്തും വീടുകളുണ്ട്. ബട്ട് എവറി ടൈം ഐ ഗോ ഔട്ട് ആൻഡ് കം ടു ദ സെയിം അഡ്രസ് ദാറ്റ് ഐ ഹാവ്. അതാണ് എൻ്റെ പേരുള്ള സ്ഥലമായതുകൊണ്ട് വേണം ദൈവരാജ്യം തിരക്കുവാൻ. സ്തോത്രമല്ലിയ. നമ്മുടെ അഡ്രസ്സ് അതാണ്. 70 പേരെ യേശു തിരഞ്ഞെടുക്കുന്നതാണ് സംഭവം. 70 പേരെ തിരഞ്ഞെടുത്തിട്ട് അവരെ 2 പേർ വീതമുള്ള 35 ടീമാക്കിയിട്ട് തനിക്ക് മുമ്പ് മറ്റ് ഗ്രാമങ്ങളിൽ പോയി പ്രസംഗിക്കാൻ വേണ്ടി അവരെ അയക്കുകയാണ്. അധികാരത്തോടെ അയക്കുന്നത്. എന്തായിരുന്നു അവിടെ പ്രസംഗ വിഷയം? അവരും പ്രസംഗിക്കണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അങ്ങനെ യേശുവിന് മുമ്പായി കടന്നു പോകുന്ന അവരെ, സ്തോത്രമല്ലിയ, ദൈവം അയക്കുമ്പോൾ സ്തോത്രം അവർക്ക് കൊടുക്കുന്നതെല്ലാം അധികാരങ്ങളാണ്. അഭിഷേകത്തോടെ അയക്കുന്നത്. ഭൂതങ്ങളെ കീഴടക്കണം, രോഗികളെ സൗഖ്യമാക്കണം, പട്ടണത്തിൽ സമാധാനം പ്രഖ്യാപിക്കണം എന്നുള്ള അധികാരത്തോടും അഭിഷേകത്തോടും കൂടി അയക്കുകയാണ്. അങ്ങനെ അവർ പോയി ഗ്രാമങ്ങളൊക്കെ കവർ ചെയ്തു. 35 ടീമുകൾ മടങ്ങി വന്ന് 70 പേർ സന്തോഷത്തോടെ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. മടങ്ങി വന്നവർ സന്തോഷ വാർത്ത പറയുന്നു. എന്താണ് സന്തോഷ വാർത്ത? കർത്താവേ, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ സാധാരണക്കാരാണെന്ന്, പക്ഷേ അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞത് ഭൂതങ്ങൾ നിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. യേശു സംബന്ധിച്ച് നല്ല കാര്യം. വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. എക്സാക്ട്ലി ഐ കുഡ് ഫീൽ വെൻ യു വർ കാസ്റ്റിംഗ് ഔട്ട് ദ ഡീമൻസ്. ഐ കുഡ് എക്സ്പീരിയൻസ് ദ Satan ഈസ് ഫാളിംഗ് ഫ്രം ഹെവൻ ലൈക്ക് എ ലൈറ്റ്നിങ്. മിന്നൽ പോലെ സാത്താൻ ആകാശത്തുനിന്ന് വീഴുന്നതൊക്കെ ഞാൻ കണ്ടു. പക്ഷേ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയ ശിഷ്യന്മാരെ, നിങ്ങൾ സന്തോഷിക്കേണ്ടത് നെവർ എവർ ബി ഓവർജോയ്ഡ് ബൈ ദ മിറക്കിൾസ് ആൻഡ് സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ദാറ്റ് യു ആർ എക്സ്പീരിയൻസ്ഡ്, ബട്ട് യു നീഡ് ടു റിജോയ്സ് ബിക്കോസ് യുവർ നെയിംസ് ആർ റിട്ടൺ ഇൻ ദ ഹെവൻലി പ്ലേസസ്. എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്? സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പേരുള്ളത് കൊണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, ദൈവമക്കളെ, നമ്മുടെ സന്തോഷം അതാണ്. സ്വർഗത്തിൽ എൻ്റെ പേരുണ്ട്. ഹല്ലേലൂയ. ഈ മണ്ണിലെ താൽക്കാലിക ഭോഗങ്ങളിലല്ല, ഈ മണ്ണിലെ ലിസ്റ്റുകളിലല്ല, ഈ മണ്ണിലുള്ള പേര്, ഈ രാജ്യത്തിലുള്ള പേരല്ല, അവകാശങ്ങൾ, അധികാരങ്ങളല്ല. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം സ്വർഗത്തിൽ എൻ്റെ പേരുണ്ട്. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവനെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുമെന്നും ആ തീപ്പൊയ്ക 2ാമത്തെ മരണമായി നിത്യമായ നാശമാണെന്നും വചനം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവപുസ്തകത്തിൽ പേരുള്ളവരായി മാറണം. ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഇന്ന് വരെയും യേശുവിൻ്റെ ഹല്ലേലൂയ പുസ്തകത്തിൽ പേരില്ലാത്തവരായി നിത്യത അവകാശമാക്കിയിട്ടില്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ കുറിക്കുന്ന പകലാകട്ടെ എന്ന് ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾക്ക് മാനസാന്തരവും പാപബോധവും തന്ന് യേശുവിൻ്റെ ക്രൂശിനോടടുത്ത് യേശുവിനെ കൈക്കൊണ്ട് രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ മക്കളായി തീരുവാൻ അവകാശം തരട്ടെ. ഒന്ന്, സ്വർഗരാജ്യം
നാം തിരക്കേണ്ടത് നമ്മുടെ പേരുള്ള സ്ഥലമാണ്. 2, എന്തുകൊണ്ട് വൈ വി ഷുഡ് സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ഫസ്റ്റ് ഇൻ അവർ ലൈഫ്. ഹീബ്രൂ ചാപ്റ്റർ 4 വേഴ്സ് 14-16 എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ മധ്യസ്ഥനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗസ്ഥനുണ്ട്. അവർ മീഡിയേറ്റർ ക്രൈസ്റ്റ് ജീസസ് ഈസ് ഇൻ ഹെവൻ. അവിടെ നാം വായിക്കുന്നത് ആകാശങ്ങളിൽ കൂടി കടന്നുപോയ യേശു എന്ന മധ്യസ്ഥൻ സ്വർഗത്തിൽ നമുക്കായി പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നുണ്ട്. നമ്മുടെ മഹാപുരോഹിതനായ മധ്യസ്ഥനായ യേശുവിനെക്കുറിച്ച് പറയുന്നു, അവൻ അല്ലലിയ ആരാണ്? അവൻ നമുക്ക് തുല്യനായി അല്ലലിയ പാപമൊഴികെ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. ഇൻ എവ്രി nook and corner of our lifestyle, every aspect of our pain and agony, he has suffered for us except in committing the sin. പാപം ഒഴികെ, പാപം ചെയ്യുന്നതൊഴികെ സകലവും അറിഞ്ഞ് രുചിച്ചവനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനാണ്. He is absolutely able to sympathize along with us in our weakness and our emptiness. ജീവിതത്തിലെ തളരും താഴ്ചയും ഉണ്ടാകുമ്പോൾ, വിശപ്പും ദാഹവും ചോദ്യങ്ങളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അത് അനുഭവിച്ച യേശു ആയതുകൊണ്ട് he is absolutely able to get along with us and sympathize with us. നമ്മോടുകൂടെ അത് ചെയ്യുവാൻ സഹതിപ്പാൻ കഴിവുള്ളവനാണ്. ഈ ഒരു മധ്യസ്ഥൻ സ്വർഗത്തിലുള്ളത് കൊണ്ട് ഹല്ലേലൂയ നാം എന്ത് ചെയ്യണം? അതുകൊണ്ട് ധൈര്യത്തോടെ എവറി ടൈം കം ഇൻ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ് വിത്ത് ബോൾഡ്നെസ് ടു ഒബ്റ്റെയിൻ ഗ്രേസ് ആൻഡ് മേഴ്സി ഇൻ ഡ്യൂ ടൈം. ദാറ്റ് മീൻസ് വി നീഡ് ടു ബി അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് ഇൻ പ്രയർ ആൻഡ് പെറ്റീഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ്. പ്രാർത്ഥനയോടെ ആരാധനയോടെ നമുക്കടുത്ത് ചെല്ലാവുന്ന ഒരു മധ്യസ്ഥൻ സ്വർഗത്തിലുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം മുമ്പേ ആ രാജ്യവും നീതിയും അന്വേഷിക്കണം. 3-ാമതായി എന്തുകൊണ്ട് ദൈവരാജ്യം നാം അന്വേഷിക്കണം? 1-ാമതായി നമ്മുടെ ജീവിതത്തിൽ 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. 1 Peter chapter 1 verse 4-5. നമ്മുടെ ഓഹരി സ്വർഗത്തിലാണ്. അവർ ഇൻഹെറിറ്റൻസ് ആൻഡ് അവർ ഷെയർ ഓർ അവർ ഹെയർ എവറിത്തിങ് ഈസ് ഇൻ ഹെവൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയവും വാട്ടവും മാലിന്യവുമില്ലാത്ത അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ അവകാശങ്ങൾ സ്വർഗത്തിലാണ്. ഈ മണ്ണിലെ താൽക്കാലിക ഭോഗങ്ങളൊക്കെ ഉണ്ട്. ഈ മണ്ണിൽ നമുക്ക് നന്മയുണ്ട്, ജോലിയുണ്ട്, വിദ്യാഭ്യാസം, സമ്പത്ത്, ബിസിനസ്, കുടുംബം, വീട് എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ നിലനിൽക്കുന്ന ഈ അവകാശം ഹല്ലേലൂയ സ്വർഗത്തിലാണ്. അതിന് ക്ഷയമില്ല. ഇറ്റ് നെവർ ഫെയ്ഡ് അവേ. വിൽ നോട്ട് ബി എനി റിങ്കിൾ ഹല്ലേലൂയ ഓർ സ്പോട്ട്. ഒരു കറയും ചുളുക്കവും വാട്ടവും മാലിന്യമില്ലാത്ത ഒരു അവകാശത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പ് യുഗായുഗങ്ങൾക്കപ്പുറത്ത് ഹല്ലേലൂയ നിത്യതയിൽ ദൈവം എടുത്ത തീരുമാനമാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മെ ദത്തെടുത്തു, വീണ്ടെടുത്തു, പുത്രത്വം നൽകി, ആത്മാവിനെ അച്ചാരമാക്കി തന്ന് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ നിറച്ച് പിതാവിൻ്റെ സന്നിധിയിൽ ഇരുത്തിയിരിക്കുന്ന ഒരു ആത്മീയ അവസ്ഥ. ആ നമ്മുടെ അവകാശങ്ങളും അല്ലെങ്കിൽ പ്രതിഫലങ്ങളുമെല്ലാം സ്വർഗത്തിലാണ്. ദൈവമക്കളെ, ഈ മണ്ണിൽ ആരും ഓഹരി പ്രതീക്ഷിക്കരുത്. ഞാൻ അവരെ സ്നേഹിച്ചു, തിരിച്ച് അവരെന്നെ സ്നേഹിക്കുന്നില്ല. മനസ്സ് വ്യാകുലപ്പെട്ടു പോകരുത്. ഞാൻ എൻ്റെ കൈ തുറന്ന് അവരെ സഹായിച്ചു, തിരിച്ചൊരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല. മുഷിഞ്ഞു പോകരുത്. കാരണം നമ്മുടെ പ്രതിഫലം ഈ മണ്ണിലല്ല. നമ്മുടെ ഓഹരി ഈ മണ്ണിലല്ല. നമുക്ക് നന്മ കിട്ടുന്നത് ഈ മണ്ണിലല്ല. ഇവിടെ കിട്ടിയിരിക്കുന്നതൊക്കെ താൽക്കാലിക പ്രൊമോഷൻസാണ്. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നതൊക്കെ പ്രോത്സാഹനങ്ങളാണ്. ഹല്ലേലൂയ. ഇനിയും ചെയ്യണം, ഇനിയും ഉത്സാഹിക്കണം എന്നൊക്കെ പറയുന്ന എൻകറേജ്മെൻറ്റുകൾ മാത്രമാണ്. പക്ഷേ നമ്മുടെ യഥാർത്ഥ പ്രതിഫലം ഓഹരി കിട്ടുന്നത് ഉയരത്തിലാണ്, സ്വർഗരാജ്യത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. സങ്കീർത്തനക്കാരിങ്ങനെ പറഞ്ഞു, അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. ജീവനുള്ളവരുടെ ദേശം, ഇത് മണ്ണാകുന്ന ദേശം. ഹല്ലേലൂയ. എത്ര പിടിച്ചു നിന്നാലും ഹല്ലേലൂയ, എത്ര ഉയർത്തിപ്പിടിച്ചാലും കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ. കോട്ടയ്ക്കകത്തേക്കും മൃത്യു കടന്നു ചെല്ലും. വണ്ണം പെരുത്താലും മണ്ണിനിരയാകും. കണ്ണിൻ്റെ ഭംഗിയും മായ. ഈ ലോകം എത്രയൊക്കെ മെഡിക്കൽ സയൻസ് വർദ്ധിച്ചാലും നാം എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പ്രതീക്ഷിക്കാത്തത്. അത് താൽക്കാലികമാണ്, മണ്ണ് കൊണ്ട് അവസാനിക്കും. 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന ഭൗതിക നന്മയല്ലാതെ, ശാരീരിക വിടുതലല്ലാതെ ഒന്നും നമുക്ക് ഈ മണ്ണിലില്ല. പക്ഷെ നിത്യമായോരവകാശം എനിക്കും നിങ്ങൾക്കുമുള്ളത് സ്വർഗത്തിലായതുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നമുക്ക് അവകാശമാക്കണം. അതിനെക്കുറിച്ച് ചിന്തിക്കണം. 4-ാമതായി
സ്വർഗത്തിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നാം ഒന്നാമതായി ദൈവരാജ്യം തിരക്കുന്നു? നമ്മുടെ ഭവനമെന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. നമുക്ക് വി ഹാവ് എ ഹോം. ഹല്ലേലൂയ. അവർ ഹെവൻലി അബോർഡ്. നമ്മുടെ സ്വർഗമാണ് നമ്മുടെ സ്വന്തം സ്ഥലം എന്ന് പറയും. നമ്മുടെ വീട് സ്വർഗത്തിലുള്ളത് കൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കൂടാരമാകുന്ന ഞങ്ങളുടെ ഈ ഭൗമ ഭവനം അഴിഞ്ഞു പോകുമ്പോൾ കൈപ്പണിയല്ലാത്തൊരു മനോഹര കെട്ടിടം ദൈവം ഞങ്ങൾക്കായി ഒരുക്കുന്നുണ്ട്. ആ കെട്ടിടം താൽക്കാലികമല്ല, നിത്യമായ ഓർവാസ സ്ഥലം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. എബ്രായർ 11:13 മുതൽ 16 വരെ സുപരിചിതമായ വേദഭാഗം. അബ്രഹാം കണ്ണുകൾ ഉയർത്തി നോക്കിയാണ്. കൂട്ടത്തിന് മകനെയും കൂട്ടിയിട്ടുണ്ട്, ഇസഹാക്കിനെ. തൻ്റെ കൊച്ചുമകനായ യാക്കോബ്, ഹീസ് ഓൾമോസ്റ്റ് 15 years old, 15 വയസ്സുള്ള യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് കൂടാരത്തിൻ്റെ വെളിയിലിരുന്നു കൊണ്ട് നക്ഷത്രഗോളങ്ങൾക്കപ്പുറത്ത് വിശ്വാസ കണ്ണുയർത്തി കാണുകയാണ് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു നഗരം. ഈ മണ്ണിലെ കൂടാരങ്ങളൊക്കെ താൽക്കാലികമാണ്. കൂടാരത്തിൻ്റെ കുറ്റികൾ ഈ ദിവസങ്ങളിൽ നാം അറുത്തുമാറ്റിയേ മതിയാകും. ആശപാശമാകുന്ന സകല ഇച്ഛകളും അറുത്തുമാറ്റണം. നാം ഈ മണ്ണ് വിട്ടു പോകാറായി. ഈ നാട് നമ്മുടെ നാടല്ല. എനിക്കിവിടെ നിലനിൽക്കുന്ന നാടില്ലല്ലോ, എനിക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. നമ്മുടെ നാട് നിത്യമാം നാട്, വാന ലോകത്തിലെ ആകാശമേഘങ്ങളെ താണ്ടി ഈ ദിവസങ്ങളിൽ നാം കടന്നു പോകും നമ്മുടെ നിത്യഭവനത്തിലെ വാസത്തിനായി. അതിനുവേണ്ടി നാം ഒരുങ്ങണം. അതുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതി. വീടെവിടാ? ആ വീടിന് വേണ്ടി അധ്വാനിക്കേണ്ടത്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച പോലെ, നിങ്ങൾ വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്നത് നിങ്ങളുടെ ഭവനമായതുകൊണ്ടാണ്. നിങ്ങളവിടെ ആഹാരം പാചകം ചെയ്യുന്നത് അത് നിങ്ങളുടെ വീടായതുകൊണ്ടാണ്. നിങ്ങളവിടെ കിടന്നുറങ്ങുന്നത് അത് നിങ്ങളുടെ വീടായതുകൊണ്ടാണ്. ആഫ്റ്റർ 8 hours or 12 hours of work, you are eager to come back to your home. The same way we have an earnest desire to return to our heavenly home. സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ വേല കഴിയുമ്പോൾ, വേലക്കാരൻ കൂലിക്ക് യോഗ്യനായതുകൊണ്ട് നാമും മടങ്ങിപ്പോകണം നമ്മുടെ വീട്ടിലേക്ക്. വാക്കുകൾ അവസാനിപ്പിക്കണം. അവസാനമായി, എന്തുകൊണ്ടാണ് നാം സ്വർഗരാജ്യം തിരക്കേണ്ടത്? ഒന്നാമതായിട്ട്, വൈ വി നീഡ് ടു സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ഫസ്റ്റ് ഇൻ അവർ ലൈഫ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ. വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ. സ്വർഗരാജ്യത്തിലെ പൗരന്മാരാണ് നാം എന്ന ബോധ്യത്തോടെ ജീവിക്കണം. അതുകൊണ്ടാണ് നാം ദൈവരാജ്യം തിരക്കുന്നത്. നാം ഏത് മണ്ണിന് ഉടമസ്ഥരാണ്? സ്വർഗരാജ്യം എന്ന രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. അർത്ഥാൽ ദൈവം രാജാവും നാം പ്രജകളുമായിരിക്കുന്ന ആ നാട്ടിൽ സൂര്യചന്ദ്രന്മാരുടെ ആവശ്യമില്ലാത്ത, നക്ഷത്രങ്ങളുടെ ആവശ്യമില്ലാതെ കുഞ്ഞാട് വിളക്കായി വിലസുന്ന നാട്ടിലേക്ക് നാം പോകാറ്. നാം അവിടുത്തെ പൗരന്മാരാണ്. അത് മറന്നു പോകല്ലേ. മുത്തുമണികളാൽ നിർമ്മിതമായ പുത്തനാം യെരൂശലേം ആ നാട്ടിലെ പൗരന്മാരാണ്. അടിസ്ഥാനങ്ങളുള്ള നീലരക്തവും മാണിക്യവും മരതകവും ഗോമേതവും വൈഡൂര്യം പൂഷ്യരാഗവും പത്മരാഗം സുഗന്ധിരക്തവും നഗവർണി ചുവപ്പുകല്ല് തുടങ്ങി വിലമതിക്കാത്ത രക്തങ്ങളാൽ പണിതിരിക്കുന്ന അടിസ്ഥാനങ്ങളായ മതിലുകളുള്ള ആ വലിയ ഗോപുരങ്ങളിൽ ദൂതന്മാർ കാവലിരിക്കുന്ന ആ പട്ടണത്തിലെ പൗരന്മാരാണ്. യേശു രാജാവായി വാഴുന്ന നാട്ടിലേക്ക് നാം എത്താറായി. ദൂതസഞ്ചമാകവേ എന്നെ എതിരേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെയുള്ളവർ എന്ത് മനോഭാവത്തോടെ ജീവിക്കണം? എന്തായിരിക്കണം നമ്മുടെ മനോഭാവം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ? ഇപ്പോൾ നാം കേട്ട വചനം ഒന്നും കൂടി ആവർത്തിക്കുന്നു. ഫിലിപ്പ് ലേഖനത്തിൽ നിന്ന് ഈ വാക്യം വായിച്ചതുകൊണ്ട് ഫിലിപ്പ് ലേഖനം 4 അധ്യായത്തിലെ 4 കാര്യങ്ങൾ ഞാൻ പറയാം. നാം സ്വർഗീയ പൗരന്മാരാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഹാവ് ദ സെയിം ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ആസ് എ സിറ്റിസൺ ഓഫ് ഹെവൻ. സ്വർഗരാജ്യത്തിലെ പൗരന്മാരുടെ മനോഭാവം ഉണ്ടായിരിക്കണം. എന്താണ് നമ്മുടെ മനോഭാവം? ഫിലിപ്പിയർ 1:21. എന്താണ് നമ്മുടെ മനോഭാവം? ഫോർ മീ ടു ലീവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന മനോഭാവം അത് നമുക്കുള്ളിലുണ്ടായിരിക്കണം. സ്വർഗീയ പൗരന്മാർ ജീവിച്ചാലും മരിച്ചാലും ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. 2 ഫിലിപ്പിയർ 2:5 നാം വായിച്ചു കേട്ടല്ലോ. ക്രിസ്തുവിലുള്ള അതേ ഭാവത്തിൽ, ദ സെയിം മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അനുസരണമെന്ന മനോഭാവം, ക്രൂശിക്കപ്പെടുവാൻ ഒരുക്കമുള്ള മനോഭാവം, തന്നെത്താൻ താഴ്ത്തുന്ന ദാസരൂപമെടുക്കുന്ന മനുഷ്യനായല്ലി മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തുമാകുവാൻ ഒരുക്കമുള്ള സമർപ്പണം. ഈ മനോഭാവം ഉണ്ടായിരിക്കണം സ്വർഗീയ പൗരന്മാർക്ക്. 3 ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 13 മുതൽ 15 വരെ. ഫിലിപ്പിയൻസ് 3:13-15. പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് ഓടണം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദിനു വേണ്ടി ഓടുന്നു. അതെ, നമുക്കൊരോട്ടമാണ്. സ്വർഗീയ പൗരന്മാരാണെങ്കിൽ ഇഴഞ്ഞു നടക്കത്തില്ല. ഉഴപ്പൻ ആത്മീയം നമുക്ക് പറ്റത്തില്ല.
കൈയടിച്ചാൽ, പാട്ടുപാടിയാൽ, പ്രാർത്ഥിച്ചാൽ, പ്രസംഗിച്ചാൽ നാം ഉത്സാഹഭരിതരായി മാറും. കുടുംബത്തിനകത്ത് അലസന്മാരാകത്തില്ല, കുടുംബകാര്യത്തിൽ അലസന്മാരാകത്തില്ല, ഗ്രഹകാര്യങ്ങൾ നന്നായി ചെയ്യും. കാരണം നമുക്കൊരു ഓട്ടം മുന്നിലുണ്ട്. ഇവിടെ നടന്നു പോകാൻ സമയമില്ല. പഴയ ഭക്തന്മാർക്ക് ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. അവർക്കൊക്കെ 900 വർഷങ്ങൾ, 969, 930, 110, 175, 180 വർഷങ്ങളുണ്ടായിരുന്നു. നമുക്കാകെ കിട്ടിയിരിക്കുന്നത് 70, 80, ആർക്കറിയാം എണ്ണലിൽ നാളെയോടെ നീളമറിയാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഓടിക്കോണം. പിൻപിലുള്ളതിനെ മറന്നോടണം, മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞോടണം. എന്തിനു വേണ്ടി ആയണം? പരമവിളിയിലേക്ക് എന്നെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം സകല നടപ്പിലും വിശുദ്ധരായി ഞങ്ങൾ ഓടി ഓടി ഓടിപ്പോവുകയാണ്. ഇവിടെ ഇടംബലം ഞങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന, ആകർഷിക്കുന്ന മോഹവലയങ്ങളുണ്ട്, താൽക്കാലിക ഭോഗങ്ങളുണ്ട്, ഈ മണ്ണിൻ്റെ മായാദൃശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കണ്ണിന് ഇമ്പം തരുന്ന കാഴ്ചകളുണ്ട്, ചെവിക്ക് ഇമ്പം തരുന്ന അല്ലെങ്കിൽ ശബ്ദങ്ങളുണ്ട്, അണ്ണാക്കിന് രുചി തരുന്ന വസ്തുക്കളുണ്ട്. തീരുമാനമെടുത്ത് മുന്നോട്ട് ഓടിക്കൊള്ളണം. കാരണം മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച ഓട്ടമാണ്. ഹല്ലേലൂയ. 4-ാം അധ്യായം ഫിലിപ്പിയർ 4:13. ഈ ഓട്ടത്തിൽ ഞാൻ ക്ഷീണിച്ചു പോകാം, ഈ ഓട്ടത്തിൽ തളർന്നു പോകാം, ഈ ഓട്ടത്തിൽ മനസ്സ് മടുത്തു പോകാം. പക്ഷേ I can do all things through Jesus Christ who strengthened me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. എത്ര പേർക്ക് ഇന്ന് രാവിലെ സന്തോഷമുണ്ട്? Seek ye first the kingdom of God and his righteousness and all other things that shall be added unto you. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആകുല ചിന്തയോടെ ഭാരപ്പെടുന്ന സകല വിഷയങ്ങൾക്കും പരിഹാരം യേശുവിനെയും അവിടുത്തെ രാജ്യത്തെയും തിരക്കുക. യേശുവിൻ്റെ രാജ്യത്തിലെ പ്രജകളാണെന്ന അഭിമാനത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കുക. കാരണം യേശു വരാറായി, കാഹളം മുഴങ്ങാറായി, മരിച്ചവർ അക്ഷയർ എഴുന്നേൽക്കാറായി. മണ്ണിലിരുന്നവരും ഹല്ലേലൂയ മറഞ്ഞുപോയവർ രൂപാന്തരത്തോടെ എഴുന്നേൽക്കും. ജീവനോടെ ഇരിക്കുന്ന നാമും രൂപാന്തരപ്പെട്ട് എഴുന്നേൽക്കും. കർത്താവിൻ്റെ കരങ്കിൽ കൈവിടപ്പെട്ടു പോകല്ലേ. ഫിലിപ്പ് ലേഖനത്തിൻ്റെ 3:20 പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അവൻ ഹല്ലേലൂയ കർത്താവ് രക്ഷിതാവായി വരുമെന്ന് ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അവൻ തനിക്ക് സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നല്ല നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വിശുദ്ധിയോടെ ജീവിക്കാം. കർത്താവിൻ്റെ രാജ്യത്തിനായി ഒരുങ്ങാം. ദൈവരാജ്യത്തിന് മഹത്വം കെടുത്തിക്കളയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന തീരുമാനമെടുക്കാം, പ്രതീക്ഷയെടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നാം പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. നാം ചേർന്ന് പാടുന്ന പാട്ട് ഹല്ലേലൂയ. ഫറവോന് ഞാൻ ഇനി അടിമയല്ല. ഈ അർത്ഥത്തിൽ പാടണം. ഈ മണ്ണിന് ഞാൻ അടിമയല്ല, ഈ ലോകത്തിൻ്റെ മായങ്ങൾക്ക് ഞാൻ അടിമയല്ല, എന്നാൽ പരമസിയോനിൽ ഞാൻ ചേരുന്ന ദിവസങ്ങളായി. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഉത്സാഹത്തോടെ പാടി കരങ്ങളെ അടിച്ച് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാമല്ലോ. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോന് ഞാൻ ഇനി അടിമയല്ല, ഫറവോന് ഞാൻ ഇനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറായെ മധുരമാക്കി തീർക്കുമവൻ, മാറായെ മധുരമാക്കി തീർക്കുമവൻ. പാറയെ പിളർന്നു ദാഹം പോകുമവൻ, പാറയെ പിളർന്നു ദാഹം പോകുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവിലൻ ദൈവമേനിക്കധിപതിയേ, മരുവിലൻ ദൈവമേനിക്കധിപതിയേ. തരുമാവൻ പുതുമന്ന അതുമതിയേ, തരുമാവൻ പുതുമന്ന അതുമതിയേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ,
അതേനിക്കഴിയാത്തൊരവകാശമേ, അതേനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ. കാനാൻ ജീവിതം എനിക്കാനന്ദമേ, കാനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ, എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാരൂവിലൻ ദൈവമേനിക്കാധിപതിയേ, മാരൂവിലൻ ദൈവമേനിക്കാധിപതിയേ. തരുമാവൻ പുതുമന്ന അതു മതിയേ, തരുമാവൻ പുതുമന്ന അതു മതിയേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ, എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറായെ മധുരമാക്കി തീർക്കുമാവൻ, മാറായെ മധുരമാക്കി തീർക്കുമാവൻ. പാറയെ പിളർന്നു ദാഹം പോകുമാവൻ, പാറയെ പിളർന്നു ദാഹം പോകുമാവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോന് ഞാനിനി അടിമയല്ല, ഫറവോന് ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. ഓ സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Jesus. ഇന്ന് പകൽക്കാലവും ആരാധനയെ അനുഗ്രഹിച്ച കർത്താവിന് നമുക്ക് നന്ദി പറയാം. നാം കടന്നു പോകുന്ന വൈഷമ്യമായ പല പ്രയാസങ്ങളുടെ നടുവിലും യാതൊരു തടസ്സവും കൂടാതെ കർത്താവിനെ സ്തുതിപ്പാൻ ഈ സാഹചര്യങ്ങളെ ഒരിക്കലും. I want to thank Brother Benjamin and his family for opening this house that we can come and conduct the Sunday service from these premises. I want to appreciate all the sound guys, Joshua, Alan, and being the part of this, and all the musicians, hallelujah, in the Malayalam choir and English choir, and the media team, hallelujah, Brother Joe, and those who participated in this program.
മേ ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയുടെ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ മൺഡേ അല്ലെങ്കിൽ നമുക്ക് റെഗുലർ പ്രയർ സർവീസ് അല്ലെങ്കിൽ പ്രയർ ലൈൻ ഉണ്ടായിരിക്കും. വെനസ്ഡേ സിസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഫ്രൈഡേയും സാറ്റർഡേയും പ്രയർ ലൈൻ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരെയും ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം ഈ ആഴ്ച പരിപാലിക്കുമാറാകട്ടെ. ഓൺ ബിഹാഫ് ഓഫ് IPC Hebron, Executive Committee, Brother Finney Matthew, Shaji Abraham, and all the committee members, we want to once again thank you for your participation, cooperation, and love towards the church. God bless you abundantly. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സ്നേഹമുള്ള ദൈവമേ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് സഹായിച്ചല്ലോ. ഞങ്ങൾ ഓരോരുത്തരോടും കർത്താവ് മനസ്സലിഞ്ഞല്ലോ. കർത്താവ് ഈ ആരാധനയിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചല്ലോ. നല്ല പാട്ടുകൾ പാടുവാൻ സഹായിച്ചു. നല്ല കർത്താവ് വചനങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നുവല്ലോ. ക്രിസ്തുവിലെ ഭാവത്തോടെ ജീവിപ്പാൻ എളിയവരെ സഹായിക്കണം. ദൈവരാജ്യം ഞങ്ങളുടെ മുഖ്യ വിഷയമായി മാറട്ടെ. ഞങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുവാൻ എളിയവർക്ക് കൃപയും ശക്തിയും തരണമേ. ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. ഈ ആരാധനയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും അനുഗ്രഹവും ആശീർവാദവും ദൈവം പകരണം. ഈ ആഴ്ച, ഈ മാസം അവർക്ക് അനുഗ്രഹമായി തീരണമേ. രോഗങ്ങളുടെ, ഭീതിയുടെ, നിരാശയിൽ നിന്നൊക്കെ വിടുവിക്കണം. ദുഃഖത്തിലായിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ. നല്ല കാലാവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തികഞ്ഞനുഭവിക്കുന്ന ദിവസങ്ങളാക്കി മാറ്റണം. അനുഗ്രഹത്തോടെ ഞങ്ങളെ മടക്കി അയക്കണം. യേശുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും നാൾത്തോറും തൻ്റെ ജനത്തെ ഐശ്വര്യമായി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ നിരന്തരമായ കാവലും കൂട്ടായ്മയും അനുഗ്രഹ ആശിഷുകളും എല്ലാ മക്കളുടെ മേലും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ പകൽക്കാലവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധന തന്ന കർത്താവിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. സ്റ്റേ സേഫ്.